Alhamdulillah. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil amin. Nabiyyina Muhammadin wa alihi wa sahbihi ajma'in, amma ba'd. Allahumma rabbana allimna ma yanfa'una wanfa'una ma 'allamtana wazidna ilman ya rabbal alamin. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, റിസ്ക് വിശാലമാവാനുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയിൽ പറയാനും വൃത്തിയായി ഗ്രഹിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് മനുഷ്യൻ അവൻ്റെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവൻ്റെ ഉപജീവനത്തിനു വേണ്ടിയാണ്, അധ്വാനത്തിനു വേണ്ടിയാണ്. ഈ ഒരു സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തിനേക്കാൾ മുമ്പുള്ള തലമുറയിൽ ജീവിച്ചവരെന്ന നിലക്ക് അവർക്ക് പറയാനുണ്ടാകും, ഇത്രാമത്തെ വയസ്സിൽ പണിക്കിറങ്ങി എന്ന്. പാടത്തിറങ്ങിയതും കന്നുകൂട്ടിനിറങ്ങിയതും കൃഷിക്കിറങ്ങിയതുമൊക്കെ ഇത്ര വരെ സ്കൂളിൽ പോയി, പിന്നെ സ്കൂൾ നിർത്തി, സ്കൂളിൻ്റെ വരാന്ത കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളെ നമുക്ക് ഈ ഒരു സദസ്സിൽ കാണാൻ പറ്റും. ഇന്ന് കാലം നേരെ തിരിച്ചാണ്. പണിക്കൊക്കെ പോകണമെങ്കിൽ 10-25 വയസ്സ് ഒക്കെ ആവണം, പഠിച്ച്. അതൊക്കെ മുൻ തലമുറ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടാണ്. ജീവിതത്തിൽ എത്രയോ സമയം ഉപജീവനത്തിനു വേണ്ടി കഠിന പരിശ്രമത്തിലാണ്. ചില ആളുകൾ പ്രവാസികളായിരിക്കും. ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും പ്രവാസത്തിലാണ്. ശരിക്കയാൾ ഒന്ന് കണക്ക് കൂട്ടിയാൽ ഒരുപക്ഷെ അയാളുടെ പാസ്പോർട്ട് പറയും ഭാര്യയുടെ മക്കളുടെ കൂടെ ജീവിച്ച ദിവസങ്ങൾ. എന്നാലും അയാളോട് ചോദിച്ചാൽ അയാൾ പറയും ജീവിച്ച് പോകണ്ടേ. എല്ലാവരോട് ചോദിച്ചാലും അതാണ് പറയാം. ഇന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു 50 വയസ്സുകൾ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ സന്ദേശം ലഭിച്ചു. അയാളുടെ മഈശത്തുമായി ബന്ധപ്പെട്ട് അയാളുടെ സങ്കടമാണ് യഥാർത്ഥത്തിൽ ആ വോയിസിൻ്റെ ചുരുക്കം. അയാൾ ചെയ്യുന്ന ജോലിക്ക് പറഞ്ഞതിനേക്കാൾ അധികം ജോലി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല, പക്ഷെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് ജീവിക്കണ്ടേ എന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ജീവിക്കാൻ വേണ്ടി ഓടുകയാണ് മനുഷ്യൻ, നെട്ടോട്ടം ഓടുകയാണ്. നമ്മൾ സാധാരണ പറയും ടൗണിലെ ഓട്ടോറിക്ഷയെ പേടിക്കണമെന്ന്. എന്തിനാണ് ഇപ്പം അങ്ങനെ പെട്ടെന്നെടുത്തിരിക്കണ ഒരാളെ കാണുമ്പോൾ? അയാളെ മനസ്സിലെന്താ? പോകുന്ന ഓരോരുത്തരും പോകുമ്പോൾ അയാൾ മനസ്സിൽ വിചാരിക്കണത് ഇതെനിക്കുള്ള ട്രിപ്പായെങ്കിൽ എന്നാണ്. വെറുതെ ഒന്ന് തലയിൽ ചൊറിഞ്ഞാലും അയാൾ തിരിക്കാൻ ശ്രമിക്കും, എനിക്കുള്ള ഉപജീവനമാകുമല്ലോ ഇതൊന്നു പ്രതീക്ഷിച്ച്. എന്നും കിടക്കുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കാറുള്ളത്? ഓരോരുത്തരും ആലോചിക്കുന്നത് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പരലോകത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചു ഉറങ്ങിയ ദിനങ്ങൾ എത്രയുണ്ട്. അതിലപ്പുറം നമ്മുടെ സമ്പാദ്യം ഒരുമിച്ച് കൂട്ടാനും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമല്ലേ എല്ലാ ദിവസവും ഉറങ്ങിയപ്പോൾ നമ്മൾ ചിന്തിച്ചത്? അതൊക്കെ എന്തിനായിരുന്നു? ഈ ഉപജീവനത്തിനു വേണ്ടിയായിരുന്നു. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും. റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. റിസ്ക് കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താൽ റിസ്ക് കിട്ടും. ആ റിസ്ക് കിട്ടിയാൽ പോരാ, അതിലൊരു വിശാലത, ഒരു സമാധാനം, സ്വസ്ഥത, റാഹത്ത് അനുഭവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു.
വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും റിസ്ക് അല്ലാഹു തആല ഏറ്റെടുത്തു. അവ താമസിക്കുന്ന സ്ഥലം അല്ലാഹ്ക്കറിയാം. അവ കൊണ്ടുപോയി വെക്കുന്ന ഭക്ഷണങ്ങൾ എവിടെയാണ് പൂഴ്ത്തി വെക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ടേബിളിൽ ചാടിയ പഞ്ചാര മണി എടുത്ത് ഒരു ഉറുമ്പ് പോവുന്നുണ്ട്, നമ്മൾ ആരും ആ ഉറുമ്പിൻ്റെ പിന്നാലെ പോകണില്ല. ആ ഉറുമ്പ് ഏതോ ഒരു മാളത്തിൽ നമ്മളെ വീടിലെ ടൈലിൻ്റെ ഉള്ളിൽ എവിടെയോ അത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് എവിടെയോ താമസിക്കുന്നുണ്ട്. അതാർക്കറിയാം? അള്ളാഹുവിനറിയാം. وَكَأَيٍّ مِّن دَابَّةٍ لَّا تَحْمِلُ رِزْقَهَا اللَّهُ يَرْزُقُهَا وَإِيَّاكُمْ وَهُوَ السَّمِيعُ الْعَلِيمُ. സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല ഏൽക്കാത്ത എത്രയോ ജീവികളുണ്ട്. അവയുടെയൊക്കെ ഉപജീവനത്തിന്റെ കാര്യം അള്ളാഹു ഏൽക്കുന്നു. പക്ഷെ നമ്മുടെ ഉപജീവനം ചെയ്യണം? നമ്മൾ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഉപജീവനത്തിൽ ഓരോരുത്തർക്കും ഓരോ അളവാണ്. ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഒരേ അളവല്ല. ഇനി രണ്ടാളുകൾക്ക് ഒരേ വരവ് കിട്ടിയാലും ചെലവ് ഒരേപോലെയല്ല. അതുകൊണ്ടാണ് ഒരേ സ്ഥാപനത്തിൽ ഒരേ സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പ്രതിസന്ധി കുറവാണ്. അതെന്താ? അവിടെയാണ് റിസ്ഖിലെ വിശാലത എന്ന് പറയുന്നത്. കിട്ടുന്നത് ഒന്നാണ്, പക്ഷെ തികയുന്നില്ല, മതിയാകുന്നില്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലു ഫിത്വലബി, ഉപജീവനം അന്വേഷിക്കുന്ന നിങ്ങൾ നല്ലവണ്ണം ഭംഗിയാക്കണം, വൃത്തിയായി നിങ്ങൾ ഉപജീവനം തേടണം, നല്ലവണ്ണം അധ്വാനിക്കണം എന്ന് പറഞ്ഞു. കാരണം ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇൻ അബ്തഅ. ഒരാൾക്ക് അല്ലാഹു തആല കണക്കാക്കിയ റിസ്ക് അയാൾ വേണ്ടെന്ന് വച്ചാലും അയാൾക്ക് കിട്ടും. അയാൾ പറയണം എനിക്ക് വേണ്ട, ഞാനത് കുടിക്കൂല കഴിക്കൂല എന്ന് പറഞ്ഞാൽ അയാളത് കഴിച്ചും കുടിച്ചേ വിടുന്നതേ ഉള്ളൂ, പോകുള്ളൂ. ഇനി ഒരാൾ പറയും എനിക്ക് ഇത്രയൊക്കെ വേണമെന്ന്, അള്ളാഹു വിചാരിച്ചാലേ അത് അയാൾക്ക് കിട്ടുള്ളൂ. അതാണ് ചില മരിക്കുന്ന ആളുകളൊക്കെ പറ്റി നമ്മൾ എന്താ പറയാ, ഞാനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു, അത് കുടിക്കാതെ ഫുള്ളങ്ങോട്ട് ഛർദ്ദിച്ചു, ആ വെള്ളം അയാൾക്ക് അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ചിട്ടില്ല. വേറെ ചില ആളുകളെ പറ്റി പറയും, രാത്രി ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം വയറ് നിറയെ അടിച്ചിട്ട് രാവിലെ വിളിച്ചപ്പോൾ എണീക്കണില്ല, അതായിരുന്നു അയാളുടെ അവസാനത്തെ റിസ്ക് എന്നുള്ളത്. ചില ആളുകൾ മരിച്ചാൽ വീട്ടിലുള്ള ആളുകൾ സങ്കടം പറയും, എന്നോട് ഇന്നത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു, ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ അറിഞ്ഞിട്ട് പൊരിഞ്ഞ കരച്ചത്. അള്ളാഹു അയാൾക്ക് തിന്നാൻ തീരുമാനിച്ചിട്ടില്ല. അത് അള്ളാഹു അങ്ങനെ തീരുമാനിച്ചാൽ വേണ്ടെന്ന് വിചാരിച്ചാലും അത് അയാൾക്ക് ലഭിക്കുമെന്നാണ്. ആ ലഭിക്കേണ്ടത് കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളിൽ ഒരാൾ മലയിൽ പോകുന്നു, അയാൾ വിറക് വെട്ടി അയാളുടെ ചുമലിൽ തന്നെ അത് വഹിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്നു. അതാണ് ഒരാളോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. അധ്വാനിക്കലാണ് ഏറ്റവും നല്ലത് എന്ന്. ആ അധ്വാനിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവാണ്, എല്ലാ ആധിപത്യങ്ങളുമുണ്ട്, അധികാരങ്ങളുമൊക്കെയുണ്ട്. പക്ഷെ അദ്ദേഹം അധ്വാനിച്ച് ജീവിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപജീവനമാണ്, ഭക്ഷണമാണ് ഏറ്റവും നല്ലത് എന്ന്. അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുകയായിരുന്നു. മറ്റൊരാളോട് ചോദിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നർത്ഥം. ഒരാൾ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൻ്റെ ഉപജീവനത്തിൽ മറ്റൊരാളോട് ചോദിക്കുന്നതിനെ ഇസ്ലാം വളരെ നിരുത്സാഹപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അൽ യദുൽ ഉൽയ ഖൈറും മിൻ യദിസ് സുഫ്ല. വാങ്ങുന്ന കൈയിനേക്കാൾ എപ്പോഴും നല്ലത് കൊടുക്കുന്ന കൈയാണ്. വാങ്ങാതിരിക്കലാണ് ഏതു സമയത്തും നല്ലത്. ഒരാൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നോക്കുങ്ങൾ, ചോദിക്കുന്ന ആളുകൾ ജീവിതകാലം എന്നും ചോദിക്കായിരിക്കും ഉണ്ടാവുക, അവർ മരിക്കോളം ചോദിക്കും. എന്നാൽ ചോദിക്കാത്ത ആളുകൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും.
ഇന്നൽ മസ്അല കദ്ദു യഖുദ്ദു ബിഹ الرجل വജ്ഹു ഇല്ലാ അൻ യസ്അല الرجل സുൽത്താനൻ ഔ ഫീ അംരി ലാ ബുദ്ദ മിൻഹു. ഒരാള് യാചന വലിയ പരിക്കാണ് ഉണ്ടാക്കുക, മുഖത്തിന് പരിക്കുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അയാളുടെ അഭിമാനത്തിന് പരിക്കുണ്ടാകും, അതല്ലെങ്കിൽ പരലോകത്ത് അയാളുടെ മുഖത്തിന് പരിക്കുണ്ടാകും. അയാൾക്ക് അനിവാര്യമാണ് ചോദിക്കേണ്ട ഘട്ടം വരുമ്പോൾ മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞു. അതും ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം? ഭരണാധികാരിയോടോ ആ തലത്തിലുള്ള ആളുകളോടോ ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നതിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവുകയില്ലെന്ന് കൂടി പഠിപ്പിച്ചു. എന്താണ് ബറക്കത്ത്? കുറെ ഉണ്ടാവലല്ല ബറക്കത്ത്, ഉള്ളതിലെ വിശാലതയാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഹ്ലിഫു ഫിൽ മസ്അല ഫവല്ലാഹി ലാ യസ്അലുനി അഹദും മിൻകും ഷൈആ ഫതുഖ്രിജു ലഹു മസ്അലതഹു മിന്നി ഷൈഅൻ വഅന ലഹു കാരിയുൻ ഫലൻ യുബാരിക ലഹു ഫീമാ അഅതൈതുഹു. നിങ്ങളിൽ ഒരാളോടും നിർബന്ധിച്ച് ധർമ്മം ചോദിക്കരുത്. തെരി അങ്ങനെ ചോദിക്കരുത്. അള്ളയാണ് എന്നോട് ആരെങ്കിലും ചോദിച്ചു, അള്ളാഹുവാണ് സത്യം, എന്നോട് ആരെങ്കിലും ചോദിച്ചു, ഞാൻ ഇഷ്ടമല്ലാതെ അയാൾക്ക് കൊടുക്കും ചെയ്തു, കൊടുത്തു, പക്ഷെ ഇഷ്ടമല്ലാതെ കൊടുത്തതെന്നുണ്ടെങ്കിൽ അയാൾക്കതിൽ ബറക്കത്ത് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു എന്നർത്ഥം. അതുകൊണ്ട് ചോദിക്കണ്ട. നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്ത് ചെയ്യും? നമുക്ക് തന്നെ കിട്ടും. നമ്മൾ വേണമെന്ന് വെച്ചാലും കിട്ടും, വേണ്ടെന്ന് വെച്ചാലും നമുക്ക് നിശ്ചയിച്ചത് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലൗ അന്ന ഇബ്ന ആദമ ഹറബും മിൻ റിസ്ഖിഹി കമാ യഹ്റുബു മിനൽ മൗതി ലഅദ്റകഹു റിസ്ഖഹു കമാ യുദ്രികുൽ മൗതു. ഈ ഹദീസ് ശരിക്കും നമ്മുടെ മനസ്സിൽ കയറ്റിയാൽ ഇന്നത്തെ സംസാരത്തിന്റെ എല്ലാം അല്ലേ? ലൗ അന്ന ഇബ്ന ആദമ ഹറബ മിൻ റിസ്ഖിഹി കമാ യഹ്റുബു മിനൽ മൗതി. ഒരു മനുഷ്യൻ അവന്റെ റിസ്ഖിൽ നിന്ന് ഓടി അകലുന്നു, ഏതുപോലെ? മരണത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ. മരണം അയാളെ പിടികൂടുന്നത് പോലെ അയാളെ റിസ്ക് അയാൾക്ക് കിട്ടുന്ന. ചില ആളുകൾ പറയും, എനിക്ക് ആ പണിയൊക്കെ ഒരു ബുദ്ധിയിലായി, ചില സാഹചര്യം എങ്ങനെ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണി കിട്ടും. തീരുമാനിച്ച നമ്മൾ വേണ്ടെന്ന് വിചാരിക്കുന്നത് അതെന്നെ കിട്ടും. വേണ്ടെന്ന് തീരുമാനിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാത്തത് പോലെ നമുക്കത് കിട്ടും. ഈ അക്ഷയ ഭക്തരോട് പറഞ്ഞു, നിങ്ങൾ ഓടിയാകണ്ട, നിങ്ങൾക്ക് തീരുമാനിച്ചത് അള്ളാഹു. കാരണം അള്ളാഹുവിന്റെ പേരെന്താ? അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്നതൊക്കെ അള്ളാഹുവിന്റെ പേരാണ്. ആ റസ്സാഖായ റാസിഖായ റബ്ബ് നമുക്ക് കണക്കാക്കിയത്. നമ്മളെല്ലാവരും ശരിക്കും ദരിദ്രരാണ്. ഉടമ ആരേ ഉള്ളൂ? അതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇത് കുറച്ച് പാപങ്ങൾക്ക് പാടിയല്ല, ഇതെല്ലാവരും എനിക്കും നിങ്ങൾക്കും ഒക്കെ അടക്കമുള്ള ചില കാര്യങ്ങളാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഉടമ ആരാണ്? അത് അള്ളയാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അവിടെ മനുഷ്യന്മാരെ വിളിച്ചാ പറഞ്ഞത്, വിശ്വാസികളെ വിളിച്ചു എന്നല്ല പറഞ്ഞത്, സകല മനുഷ്യന്മാരും. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങൾ ആരാണ്? അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളയാണെങ്കിലോ നിങ്ങളെടുത്തേക്ക് ആവശ്യക്കാരനും അല്ല. അള്ളാഹു അവനുള്ളവനാണ്, അവൻ ഗനിയ്യുൻ ഹമീദാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പ്രാരാബ്ദം, നമ്മുടെ ദാരിദ്ര്യം പറയാൻ നമുക്ക് ഏറ്റവും നല്ലത് ആരോടാ? അള്ളാഹിനോട്. അതിനർത്ഥം വേറൊരാളോട് പറയേണ്ടതാണോ? അല്ല. എങ്കിലും പറയുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പറയുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാവുന്നിടത്തേ പറയാവൂ. പൊതുവേ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ അറിയോ? അവർക്ക് ഇല്ലായ്മയെ പറയാൻ പഠിക്കുള്ളൂ. മനുഷ്യന്മാരുടെ ക്യാരക്ടറാണ്. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞേ? നിനക്ക് റബ്ബ് ചെയ്തു തന്ന നിഅമത്തുകളെ പറ്റി നീ പറയണം. നമ്മളെന്താ പറയാ? നിഅമത്ത് ഞാനടക്കം നമ്മളെന്താ പറയാ? നിഅമത്താണോ പറയാ, ഇല്ലായ്മയാണോ പറയാ? ഇല്ലായ്മയെ പറഞ്ഞ മനുഷ്യന്മാർ പഠിക്കുള്ളൂ അല്ലേ? അതിപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വേദന, ബാക്കിയുള്ളടത്തൊന്നും പ്രശ്നമല്ല. ഇത്രയും കാലം പക്ഷേ ഇപ്പം ഒരു മുട്ടുവേദന അല്ലേ? മിനിഞ്ഞാന്നൊരാളെ പള്ളിയിൽ നിന്ന് കണ്ടു, അയാൾക്കൊരു 80 ചില്ലാനം വയസ്സായിട്ടാണ്. അയാൾ പറഞ്ഞു മുട്ടൊക്കെ മടങ്ങാതെ അയക്കണേ. അപ്പം ഞാൻ മുപ്പരോട്, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങളെ പകുതിൻ്റെ അത്രയും കൂടി വയസ്സില്ലാതെ എനിക്കിപ്പം മടങ്ങണില്ല, നിങ്ങൾക്ക് ഇപ്പോഴല്ല മടങ്ങാതെ ആവണുള്ളൂ. എന്നാലും മനുഷ്യന്മാരെന്തേ പറയുള്ളൂ? ഇതേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ളത് നിഅമത്തുകളെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ നസലത ബിഹി ഫാഖ ഫഅൻസല ബിന്നാസി ലം തുസദ്ദ ഫാഖതഹു
വമൻ നസലത് ബിഹി ഫാഖ, ഒരാളെ ഒരു വസ്തു നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം അനുഭവിച്ചു, അത് അയാളോട് എന്താ ചെയ്യണ്ട? ജനങ്ങളോട് പറയണ്ട. പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? അയാൾക്കത് ഒരു പരിഹാരമാവൂല. ജനങ്ങൾ എത്ര കൊടുത്താലും മതിയാവൂല അല്ലേ? കൊടുക്കുന്ന ആളുകൾക്ക് എന്താ തോന്നുക? എത്രയായി നോക്കണ്, എത്രയായി കൊടുക്കണ് എന്നാണ്. പക്ഷെ കിട്ടുന്ന ആളുകൾക്കോ എത്ര കിട്ടിയാലും മതിയാകൂല. വമൻ നസലത് ബിഹി ഫാഖത്തുൻ ഫഅൻസലഹാ ബിഹല്ലാഹ് ഫയൂശികുല്ലാഹു ലഹു ബിരിസ്ഖി ആജിലിൻ ഔ ആജിൽ. അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും? ഉടനെയോ അല്ലെങ്കിൽ പിന്നീട് ഒരു പരിഹാരം എന്ത് ചെയ്യും? അള്ളാഹ് ഉണ്ടാക്കി തരും. ഇനി ചുരുങ്ങിയത് ആ പ്രാർത്ഥനയ്ക്കെങ്കിലും പരിഹാരം കിട്ടും, പ്രാർത്ഥനയ്ക്കെങ്കിലും പ്രതിഫലം കിട്ടുമല്ലോ. ആ നിലയ്ക്ക് അള്ളാഹുവിനോട് പറയുക എന്നതാണ്. പരമാവധി ആരോട് പറയാതിരിക്കുക? മറ്റുള്ളവരോട് പറയാതിരിക്കുക. പറയുകയാണെങ്കിൽ ആവശ്യത്തിന് പറയാതിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പറയുക. ആ അള്ളാഹുവിനോട് പറഞ്ഞ പരിഹാരം ഉണ്ടാവുന്നതാണ്. അള്ളാഹ് എല്ലാത്തിനോട് പറഞ്ഞാലോ ഉണ്ടാവില്ല. ചില ആളുകൾ കടലിൽ അതെറിയും, മറ്റേതെറിയും, അവിടേക്ക് എന്തിന്? കുറെ ഉണ്ടാവാൻ വേണ്ടി. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാ ലാ യംലികൂന ലക്കും റിസ്ഖൻ വബ്തഉ ഇൻദല്ലാഹി റിസ്ഖ് വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ലാ യംലികൂന ലക്കും റിസ്ഖ, നിങ്ങൾക്കുള്ള ഉപജീവനം അവർ ഉടമപ്പെടുത്തുന്നതല്ല. അവർക്കൊന്നും തരാൻ പറ്റൂല. നിങ്ങൾ ആരോടാ പിന്നെ ചോദിക്കണ്ടേ? ഫബ്തഉ ഇൻദല്ലാഹി റിസ്ഖ് വഅബ്ദൂഹു വഷ്കുറൂ ലഹു, അല്ലാഹുവിന് നന്ദി കാണിക്കുക, അവനോട് റിസ്ക് എന്ത് ചെയ്യുക? ചോദിക്കുക. അവിടേക്കും ഇവിടേക്കൊന്നും എറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല, ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹുവിനോട് എന്ത് ചെയ്തോളി? റിസ്ക് ചോദിക്കുക എന്നതാണ്. ആ റിസ്ക് ചോദിക്കുമ്പോൾ 2 രൂപമാണ് ആളുകളുണ്ടായി. എങ്ങനെയെങ്കിലും അല്ലേ? ചില ആൾക്കാർ പറയും എന്തായാലും ഇപ്പം അങ്ങനെയൊക്കെ ജീവിച്ചു പോകണ്ട്, പട്ടിണിയൊക്കെ ഇല്ലാതെ, ഹലാലാണോ ഹറാമാണോ എന്നൊന്നും അറിയില്ല പറഞ്ഞിട്ട് ചില ആൾക്കാർ ജീവിക്കും. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. ജീവിക്കണത് എങ്ങനെ ജീവിക്കണം? ഹലാലോട് കൂടി ജീവിക്കണം. അനർഹമായതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളെ റിസ്കിൽ വരാൻ പാടില്ല. ഇന്ന റൂഹൽ ഖുദ്സി നഫസ ഫീ റൂഹി, റൂഹുൽ ഖുദ്സ് ആരാ? ജിബ്രീലാണ്. ജിബ്രീൽ എന്നെ റൂഹ് ഊതിയിട്ട് പറഞ്ഞു, അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹ വതസ്തൗഇബ റിസ്ഖഹ. ഒരാളെ ഉപജീവനം അല്ലാഹു പൂർത്തീകരിക്കാതെ അയാൾ ഇവിടുന്ന് മരിക്കൂല. അയാളുടെ അജൽ പൂർത്തിയാക്കാതെയും അയാൾ റിസ്ക് പൂർത്തിയാക്കാതെയും മരിക്കൂല. ഒരാൾ 4 ദിവസം മുമ്പ് മരിക്കൂല, ഒരു സെക്കൻഡ് മുമ്പ് മരിക്കൂല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, മുന്നുക്കില്ല ബേക്കുമില്ല, ആ സമയത്ത് മരിക്കും. റിസ്കിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കും. ഞാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഒരു രോഗിനെ കണ്ടിരുന്നു. ആ രോഗിക്ക് പലർക്കും മൂക്കിലൂടെ ട്യൂബ് ഇടും അല്ലേ? അവർക്ക് കഴുത്തിലാണ് തുളച്ചിട്ട് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? അതങ്ങോട്ട് എത്തിക്കും എന്നർത്ഥം. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് അവർ മരിച്ചും ചെയ്ത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പം എങ്ങനെയാണ് നമുക്ക് എത്തേണ്ടത്? അത് ട്യൂബ് ഇട്ടിട്ടോ കുത്തി കീറിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് എന്ത് ചെയ്യും? എത്തിച്ചു തരും എന്നാണ്. ഫത്തഖുല്ലാഹ വജ്മിലൂ ഫിത്തൊലബി വലാ യഹ്മിലന്ന അഹദകും ഇസ്തിബ്താഉർ റിസ്ഖി അൻ യത്ലുബഹു ബിമഅസിയത്തില്ലാഹ്. ഹറാമായ രൂപത്തിൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? റിസ്ക് തേടാൻ പാടില്ല. ഫഇന്നല്ലാഹ തആല ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിത്വാഅതിഹി. അള്ളാഹുവിനെ അനുസരിക്കുന്നതല്ലാത്ത ഒരു ഉപജീവനവും ആർക്ക് വേണ്ട? അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു പരിഗണിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു തരുന്ന ഉപജീവനം ഹലാലായ കോലത്തിൽ തേടുക. അതിലെന്ത് ചെയ്യാൻ വേണം? അള്ളാഹു വിചാരിച്ചവർക്ക് തോനെ കൊടുക്കും, ചില ആൾക്കാർക്ക് അവൻ കണക്കാക്കി കൊടുക്കും. അവലൻ യഅലമു അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്ക് ചില പാടുണ്ട്. എന്തില്? അള്ളാഹു ചില ആളുകൾക്ക് റിസ്ക് കുറെ കൊടുക്കുന്നതിലും ചില ആളുകൾക്ക് കണക്കാക്കി കൊടുക്കുന്നതിലും ചില പാഠങ്ങൾ ഉണ്ട് എന്നാണ്. ഇനി അങ്ങനെ കൊടുക്കുന്നത് ചില ആളുകൾ പറയും, നമ്മുടെ നാട്ടിൽ സാധാരണ പറയും ബലാലിനാണ് ബർക്കത്ത്. അങ്ങനെയൊന്നുമില്ല. അള്ളാഹു ഒരാൾക്ക് കുറെ കൊടുത്തു എന്നാ അയാൾ നല്ല ആളാണെന്നോ, ഒരാൾക്ക് കൊടുത്തില്ല അയാൾ മോശമാണെന്നോ അങ്ങനെയില്ല. നബി സ്വല്ലല്ലാഹു പറയാണ് വഅന്നഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി സവാഅൻ കാന സാലിഹൻ ഔ ത്വാലിഹ. നല്ല ആളാണെങ്കിലും മോശപ്പെട്ട ആളാണെങ്കിലും അള്ളാഹു ചില ആൾക്കാർക്ക് ഒന്നായിട്ട് കൊടുക്കും.
നല്ല ആളാണെങ്കിലും മോശപ്പെട്ട ആണെങ്കിലും ചില ആൾക്കാർക്ക് അള്ളാഹു കണക്കാക്കി കൊടുക്കും. എന്തിനാ കണക്കാക്കി പിടിച്ചു കൊടുക്കണം? എന്തിനാ? എന്നിട്ട് അള്ളാഹ് ആയത്തിൽ പറഞ്ഞതാണ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ. അതിൽ വിശ്വാസികൾക്ക് ചില പാഠമുണ്ട്, വിശ്വാസികൾക്ക് ചില പാഠം അതിലുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ അത് നല്ല ആളാണ് മോശപ്പെട്ട ആളാണെന്നൊന്നും എന്തില്ല, അതിന് അങ്ങനെ ഒരു അർത്ഥം ഇല്ല. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ല. അള്ളാഹുവിനെ പറ്റി പറഞ്ഞോളി, എൻ്റെ റബ്ബ് എന്ത് ചെയ്യും? ചില ആൾക്കാർക്ക്, വിശ്വാസികൾ മോശപ്പെട്ടവരൊന്നൊന്നുമില്ല, നല്ലോല് ചീത്തോലൊന്നുമില്ല, ചില ആളുകൾക്ക് ഒന്നായിട്ട് കൊടുക്കും, ചില ആൾക്ക് കണക്കാക്കി കൊടുക്കും എന്നാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്രയും പറഞ്ഞതിൽ നിന്ന് ദാരിദ്ര്യമാണെങ്കിലും കുറെ ഉണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. ദാരിദ്ര്യത്തിലും വിഷമത്തിലും ക്ഷമ അവലംബിക്കണം. മറ്റൊരാളെ മുന്നിലേക്ക് പരമാവധി നമ്മുടെ പ്രതിസന്ധികൾ പറയാതിരിക്കുക എന്നതാണ്. ഇനി അള്ളാഹു തആല തന്നാലോ അതിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ആരപ്പോൾ ഓരി വെച്ചത്? നമ്മളാരെങ്കിലും തീരുമാനിക്കണം? അല്ല. ചില ആളുകൾ മരിച്ചാൽ ചോദിക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ ഒരേപോലെ ആക്കണേന് കുഴപ്പമുണ്ടോ? എന്നോട് ആരും വെച്ചാൽ പറയല്ലേ, അള്ള പറഞ്ഞില്ലാറെ തീരുമാനം ഇപ്പം നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ തീരുമാനിച്ചോളിന്ന. അള്ള എന്താ പറഞ്ഞത്? ആണിന് ഇത്ര പെണ്ണിന് ഇത്രയാണ്. അപ്പൊ അള്ളാഹിനേക്കാൾ വലിയൊരു അള്ള ആരാവാണ്? പ്രശ്നമല്ല, പറ്റൂല അല്ലേ? ഇതേപോലെയാണ്. ഇതിപ്പോ നമ്മൾ തീരുമാനിച്ചല്ല. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിൽ നിങ്ങളുടെ ഉപജീവനം ആര് കണക്കാക്കിക്കണേ? അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹു വീതം വെച്ചിട്ടുണ്ട്. ആ വീതം വെച്ചിന്നേ കിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ, അതല്ലാത്തതൊന്നും കിട്ടില്ല. അതാണ് നമ്മൾ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് പറയുന്നത് എന്താ? പഠിച്ചു തന്ന് കിട്ടുള്ളൂ, തരാത്ത കിട്ടൂല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഉപജീവനത്തിൽ നമുക്ക് ഒരു വിശാലത വേണം. നമുക്ക് തിന്നുന്നതിൽ, നമ്മൾ ഭക്ഷിക്കുന്നതിലും കുടിക്കുന്നതിലും ഉടുക്കുന്നതിലൊക്കെ എന്താണ്? ജീവിതത്തിലൊരു വിശാലതയുണ്ടാവുക. അതിനു വേണ്ട ഒരു 15 കാര്യങ്ങൾ വേഗം ഞാൻ പറയാൻ ശ്രമിക്കാം, വേഗത്തിൽ പറയാൻ ശ്രമിക്കാം. അതിലൊന്ന് ഇസ്തിഗ്ഫാറും തൗബയാണ്. 15 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് 15 നല്ല ഇതിലേറെ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ, ഞാൻ ചില കാര്യങ്ങൾ ഓടിച്ചു പറയാം. ഈ 15 നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇസ്തിഗ്ഫാറും തൗബയുമാണ്. ഒന്ന് ഇസ്തിഗ്ഫാറും. എന്താ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? ഇടയ്ക്കിടയ്ക്ക് കേൾക്കണ വാക്കാണല്ലോ അത്. ഇസ്തിഗ്ഫാറും തൗബയും നമുക്ക് എന്താ വെച്ചാൽ ഒരു പീടിയിൽ പോയിട്ട് ഇതിൽ വരുന്ന ചായയൊക്കെ കുടിക്കാന്നാണ് നമ്മുടെ നിലപാട് അല്ലേ? ഇസ്തിഗ്ഫാറും നമ്മൾക്ക് ഒന്ന് തന്നെ, തൗബയും നമ്മൾക്ക് ഒന്ന് തന്നെ. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും നമ്മളിങ്ങനെ ഞാൻ അള്ളാഹു തൗബയുണ്ട്, അള്ളാഹു അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ മഅനാഹ റുജൂഉ അനി ദൻബി വന്നദ്മി അലൈഹി, മുമ്പ് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഉള്ള സങ്കടവും അതിൽ നിന്നുള്ള മടക്കവും തുടർന്ന് നന്മ ചെയ്യലാണ് തൗബ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ത്വലബുൽ മഅ്ഫിറ വഹിയ സിത്റു ദൻബി അലൽ അബ്ദി ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും പരലോകത്തും ചെയ്ത പാപം അള്ളാഹു മറച്ചു വെക്കാൻ വേണ്ടി ഉടനെ ചോദിക്കുക. വ്യത്യാസം ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഇപ്പം ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? പഠിച്ചോനെ മാനം കെടുത്തല്ലേ ദുനിയാവിലും പരലോകത്തും എന്നാണ്. തൗബ എന്ന് പറഞ്ഞത് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറഞ്ഞു പഠിച്ചോനോട്. അതേതാ പറഞ്ഞറിയാം? 10ാം ക്ലാസ്സിൽ ഞാൻ ചെയ്ത കാര്യം. 10ാം ക്ലാസ്സിൽ ഞാൻ ചെയ്ത കാര്യം അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പഠിച്ചോനെ ഞാൻ ചെയ്ത് ഭയങ്കര അബദ്ധമായിട്ടോ, പുറത്ത് തന്നെ പഠിച്ചോനെ. അത് എനിക്ക് സങ്കടം ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്മ ചെയ്തു. പോന്നപ്പോൾ ഒരാൾക്കൊരു 10 റുപ്യ എടുത്തു. എന്നിട്ട് പറഞ്ഞു പഠിച്ചോനെ ഞാൻ ഈ 10 റുപ്യ എടുത്തില്ലേ, അന്ന് ഞാൻ ചെയ്തില്ലേ. ഇതാണ് തൗബ. കുറേ മുമ്പ് ഉണ്ടായാലും ഇപ്പോഴും സങ്കടം ഉണ്ടാവുക. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? ഇനി രണ്ടിനും പറയാം, പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇത് രണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനങ്ങളോട് പറഞ്ഞാൽ എന്താ പറയുക? സൂറത്ത് ഹൂദ്, വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഹൂദിന്റെ തുടക്കം അങ്ങനെയാണ്. അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമുൻ ഖബീർ. അലിഫ് ലാം റാ, ഈ വേദഗ്രന്ഥം കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമുൻ ഖബീർ. ഹക്കീമോ ഖബീറുമായ അള്ളാഹുവിൽ നിന്നുള്ള ഖുർആനാണ് ആർക്ക് ഞാൻ പറഞ്ഞുതരാൻ പോണത്? മക്കക്കാരെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറുൻ വബശീർ. ഞാൻ അവനിൽ നിന്നുള്ള നരകത്തെക്കുറിച്ചുള്ള താക്കീതുകാരനും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ സംഭവിച്ചില്ലേ? വനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ
അനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ തേടിക്കോളി. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനോട് തൗബയും ചെയ്തോളി. യുമത്തിഉക്കും, മതാഅ എന്ന് പറഞ്ഞാൽ യുമത്തിഉക്കും, നിങ്ങൾക്ക് മതാഅ നൽകും, ജീവിത വിഭവങ്ങൾ നൽകും. ഏതുവരെ? മതാഅൻ ഹസന, എങ്ങനത്തെ മതാഅ തരും? നല്ല ഹസനായ അടിപൊളിയായ. ഏതുവരെ? ഇലാ അജലിൻ മുസമ്മ, ഒരവധി വരെ. ഏതാണ് അവധി? മരിച്ചോളോ? മരിച്ചാലോ പിന്നെ സ്വർഗത്തിൽ, പിന്നെന്താ പേടിച്ചോ? മരിച്ചോളം തിന്നാനല്ല ഇപ്പൊ ആയിണത്. മരിക്കോളം എങ്ങനെയും എന്താ നമ്മൾ പറയാ, മരിച്ചോളം എങ്ങനെയും ജീവിക്കണ്ടേ, അതിനു വേണ്ടി മരിച്ച് പണിയെടുക്കണേ നമ്മൾ. അത് തരുമെന്ന് അല്ലാഹ് പറഞ്ഞു. എന്തു മതി? ഇസ്തിഗ്ഫാറും തൗബയും മതി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഞാൻ പറയണ നിങ്ങൾ കേൾക്കണില്ലെങ്കിലോ? فإن تولوا فإني أخاف عليكم عذاب يوم كبير. ഞാൻ പറയണ നിങ്ങൾ കേൾക്കണില്ലെങ്കിൽ നിങ്ങളൊരു അദാബും കബീർ നിങ്ങൾ എന്ത് ചെയ്തോളി? പേടിച്ചോളി എന്ന് പറഞ്ഞു. ഇമാം ഹസനുൽ ബസ്രീൻ്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, മഴയൊന്നും പെയ്യണില്ല. അപ്പോൾ ഹസനുൽ ബസ്രി അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തോളി? അക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചോളി എന്ന് പറഞ്ഞു. അതേ സദസ്സക്ക് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, റജുലുൻ യഷ്കുൽ ഫഖർ, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ് എന്ന് പറഞ്ഞു. ആ സമയത്തും ഹസനുൽ ബസ്രി പറഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി എന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് പറഞ്ഞു, യുരീദു ദുരിയ, കുട്ടികളൊന്നും ഉണ്ടാവില്ല, കുറേ കാലം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു. അയാളോട് പറഞ്ഞു, ഹസനുൽ ബസ്രി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളീന്ന്. ഇത് കേട്ട് സദസ്സിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, അജമല്ലക യാ അബാ സഈദ്, ഇതെന്തൊരു അത്ഭുതം! ഒരാൾ വന്ന് കുട്ടിയില്ലായിരുന്നു, ഒരാൾ വന്ന് മഴയില്ലായിരുന്നു, ഒരാൾ വന്നിട്ട് പറഞ്ഞെന്ത്? ദാരിദ്ര്യമാണ്. എല്ലാരോടും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാനാണ് പറഞ്ഞത്. ഇതിപ്പോൾ എന്താ കഥ? ഇത് നമ്മൾ കാര്യത്ത് പറഞ്ഞാണോ എന്നുള്ള ചോദ്യം. ആ നേരത്ത് അദ്ദേഹം പറഞ്ഞു, ഹാദാഹുൽ ഇലാജ്, ഇത് ചികിത്സയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കണത് എന്താ? സൂറത്ത് നൂഹിലെ ആയത്താണ്, നമുക്കറിയണ ആയത്ത്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖക്കും അത്വാറാ. നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയണ ആയത്താണ്. എന്നിട്ട് ഹസനുൽ ബസ്രി ഈ ആയത്താണ് ഓതി കൊടുത്തത്. എന്താ ആയത്തിന്റെ ആശയം? യുർസിലിസ് സമാഅ അലൈക്കും ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു ഇസ്തിഗ്ഫാർ ചെയ്തോളി. നൂഹ് നബി അവരെ ആൾക്കാർ പറഞ്ഞു, അവനെ ഒഫാറാണ്, പാപങ്ങൾക്ക് പുറത്തുതരും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങളുടെ സമ്പത്തിലും കൃഷിയിലും നിങ്ങളുടെ മക്കളൊക്കെ അവൻ അവർക്ക് കൂടുതൽ തരും. ഇതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. ഇത് അദ്ദേഹം എന്നിട്ട് പറയാണ്, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്തോളി? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളി. വഅക്സിറൂ മിൻഹു ഫീ ബുയൂതികും വഅലാ മവായിദികും വഫീ തുറുകികും വഫീ അസ്വാഖികും ഫഇന്നകും മാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ. നിങ്ങൾ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. അങ്ങാടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റോട്ടിലാണെങ്കിലും നിങ്ങളെ ജോലി സ്ഥലത്താണ്, എല്ലായിടത്തും എപ്പോഴാണ് മഗ്ഫിറത്ത് ഇറങ്ങാന്നറിയില്ല. ഹൂദ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവതൻ ഇലാ ഖുവതികും വലാ തതവല്ലൂ മുജ്രിമീൻ. ഹൂദ് നബിന്റെ ഒക്കെ സമൂഹം എന്ന് പറഞ്ഞാലേ മസ്ലിന്മാരേന് ഓല. നമ്മളാണ് സാധാരണ പറയില്ലേ, ഓൻ്റെ ഉറക്കം കണ്ടിട്ട് പോത്തുറങ്ങും പോലെ എന്നൊക്കെ പറയും ചില ആൾക്കാർ അല്ലേ, വെട്ടിയിട്ട വായ അടക്കും പോലെ കിടക്കണം എന്നൊക്കെ പറയും ചില ആൾക്കാർ, അന്തം വിട്ട് കിടക്കണമെന്നൊക്കെ. ആ ആൾക്കാർ പറ്റിയുള്ള പറഞ്ഞ എന്നാണ്. ഈത്തപ്പന തടികൾ, പനിയല്ല, ഈത്തപ്പന തടികൾ ഇങ്ങനെ കിടക്കുന്നത് പോലെ ആ ജാതി കോലത്തിലെ മനുഷ്യന്മാരെ ഓല ശക്തിനെ പറ്റി കൂടാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പാറകളൊക്കെ തുരക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇനിയും ഇന്നത്തെ ഒരു മറ്റു കംപ്രഷനൊന്നും ഇല്ലാത്ത കാലത്ത് ആ ജാതി മനുഷ്യന്മാരോട് അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയാൽ വയസിദുക്കും ഖുവതൻ ഇലാ ഖുവതികും, നിങ്ങളെ ശക്തി മസിൽ കൂട്ടി തരും? അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ മദീന. അപ്പോൾ നമ്മളെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ ഒന്നാമത്തെ മാർഗം അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയണത് കാണാം. ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് പറയില്ല, സംസാരത്തിനിടയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ തേടും. ചില ഹദീസുകൾ 70, 100 എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. എല്ലാ സമയത്തും പറ്റും, ഇവിടെ ഇരിക്കുമ്പോൾ പറ്റും, പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് തഖ്വയാണ്. ഒന്ന് ഇസ്തിഗ്ഫാറും തൗബയുമാണ്. രണ്ടാമത്തത് തഖ്വയാണ്.
ആ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വിശദീകരണങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാം. ത്വൽഖ് ബിൻ ഹബീബ് എന്ന പണ്ഡിതൻ പറഞ്ഞു, അത്തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബി ത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വ അൻ തത്റുക മഅസിയത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അൻ തഅമല ബി ത്വാഅത്തില്ലാ, അല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്യുക. എങ്ങനെ? അലാ നൂരിൻ മിനല്ലാഹ്. അത് ഖുർആനിലോ ഹദീസിലോ ഉണ്ടാവണം. അത് ചെയ്യുമ്പോൾ എന്താ ആഗ്രഹിക്കേണ്ടത്? നാട്ടുകാർ കാണണമെന്നല്ല, പിന്നെ തുർജു സവാബല്ലാഹ്, അള്ളാഹുവിന്റെ കൂലി കിട്ടണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. വ അൻ തത്റുക മഅസിയത്തില്ലാ, അള്ളാഹു ചെയ്യേണ്ടെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ വെക്കുക. അതെന്തുകൊണ്ടാണ് ചെയ്യാക്കണത്? അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് പേടിക്കേണ്ടത്? തഖാഫു ഇഖാബില്ലാഹ്, അള്ളാഹുവിന്റെ ഇഖാബിനെയാണ് പേടിക്കേണ്ടത്. ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യം, പ്രമാണബദ്ധമായി അള്ളാഹു പറഞ്ഞൊരു കാര്യം ചെയ്യുകയും അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യലാണ് തഖ്വ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ലൈസ തഖ്വ ഇല്ലാ ബിസിയാമിൻ നഹാർ വലാ ബിഖിയാമിൽ ലൈൽ. തഖ്വ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ നിസ്കാരം പകലിലെ നോമ്പും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചെയ്യലൊന്നുമല്ല. പിന്നെന്താ? വലാകിന്ന തഖ്വല്ലാഹ് തർകു മാ ഹറമല്ലാഹ് വ അദാഹു മഫ്തറലല്ലാഹ്. അല്ലാഹു ഹറാമാക്കിയത് ചെയ്യാതിരിക്കുക, അല്ലാഹു ഫറലാക്കിയത് ചെയ്യലാണ് തഖ്വ എന്ന് പറഞ്ഞു. ആ തഖ്വ ഉള്ള ആൾക്കാർ, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, അപ്പം എൻ്റെ ഉപജീവനത്തിൽ ഇപ്പോൾ പ്രശ്നം അസ്തഗ്ഫിറുല്ലാഹ്, ഇപ്പം ഞാൻ അങ്ങനെ നോക്കല്ല, തഖ്വ ഇപ്പം ഞാനിപ്പോൾ ഹറാമിപ്പം ഞാൻ ചെയ്യാത്തപ്പം, അല്ലേ? ഇതാണ് നമ്മളൊരു മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. ഈ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജാ, അവനൊരു പോം വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ചില ബസ്സിലൊക്കെ ഉണ്ടാവും എന്താ പറയുക, ഒരു എക്സിറ്റ് എന്നുള്ള സാധനം ഉണ്ടാവും, എമർജൻസി എക്സിറ്റ് എന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ആമർ ഉണ്ടാവും. അതെന്തിനാ? ഇവിടെ ചില്ലുണ്ട്, കമ്പിയൊന്നുമില്ല. ആ കമ്പി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ആമറുണ്ട്, ബസ്സിന് എന്തെങ്കിലും പറ്റുന്ന എടുത്തുകൊണ്ട് അടിച്ചുകൊണ്ട് ചാടിക്കൊള്ളേണ്ടേന്ന് പൊട്ടിച്ചു കാണ്ടേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുടുങ്ങിയ സ്ഥലങ്ങൾ ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും? ചെറിയൊരു ചില്ലും അതിൻ്റെ ഇപ്പുറത്തൊരു ആമറൊക്കെ ഉണ്ടാകും. ആ ചില്ലും ഇങ്ങനെ തട്ടിക്കണ്ട, ആമർ എടുത്തൊന്ന് മുട്ടിയാൽ മതി, ചാടാം. ആർക്ക് ചാടാൻ പറ്റും? ആമർ ആർക്കേ കിട്ടുള്ളൂ? യത്തഖില്ല, തെക്ക് വെള്ളവന് ആമർ എടുത്ത് ചാടാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ബസ്സിലൊക്കെ അത് കണ്ടപ്പോൾ ഇതിപ്പോൾ എന്തിനേക്കാരം ബസ്സിൽ ഇങ്ങനെ ആലോചിച്ചു. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. ചില അതിപ്പോൾ അതിനെ ഇപ്പോഴേക്കാരം ആലോചിച്ചിട്ടുണ്ടാവുക. ഇതേപോലെ അത് എടുത്ത് മുട്ടിയിട്ട് ചാടണം. ജീവിതത്തിൽ കുടുങ്ങണ നേരത്ത് അല്ലാഹു തആല എന്ത് ചെയ്യും? നമുക്ക് ചാടാനുള്ള ചില മാർഗങ്ങൾ കാണിച്ചു തരും. അത് ആർക്ക് കാണിച്ചു തരും? തെക്ക് വല്ല ആളുകൾക്ക്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവന്റെ റിസ്ക് അല്ലാഹു അവന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് നമ്മോട് പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ തഖ്വയുള്ളവരാകണം. ആ തഖ്വയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല നിദാനവും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹനാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ നാട്ടുകാർ, ആമനു വിശ്വസിച്ചാൽ, വത്തഖു തഖ്വ ഉണ്ടായാൽ, ലഫതഹനാ അലൈഹിം ഞാൻ അവർക്ക് തുറന്നു കൊടുക്കും, ബറകാതിൻ മിനസ് സമാഇ വൽ അർള് ആകാശഭൂമിയുള്ള ബറക്കത്തൊക്കെ തുറന്നു കൊടുക്കുന്നു പറഞ്ഞാൽ മഴ പെയ്യും, ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തും. എന്ത് വേണം? ഈമാനും തഖ്വയും. ഓൽക്ക് അതിനൊന്നും നേരം കിട്ടിയില്ല. വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു കളവാക്കി അവരെ ഓഹരി അവർ കൊണ്ടുപോണ്ടി വന്നു എന്നർത്ഥം. മൂന്നാമത്തേത് തവക്കുലാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കുക. നമ്മൾ വക്കീലിനെ ഏൽപ്പിക്കുക എന്ന് പറയും. വക്കീലിനെ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യണം? വക്കീലിന് കൊടുക്കേണ്ട പേപ്പറൊക്കെ കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ വക്കീൽ അറിയും, പണിക്കിന്നെ കിട്ടൂല അറിയും. ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുക. നമ്മളെ കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിക്കുക? അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹ് കുടുങ്ങിനോടത്ത് നമ്മളെ കഴിച്ചിലാക്കും. ഇബ്രാഹിം നബിനെ തീ കിട്ട അദ്ദേഹം എന്താ പറഞ്ഞേ? ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. അപ്പം അള്ളാഹ് എന്താ ചെയ്ത്? ആ തീൻ്റെ സാഹചര്യം മാറ്റി തണുപ്പാക്കി കൊടുത്തു. മഴ പെയ്യിപ്പിച്ചിരുന്നില്ല. തീൻ്റെ സ്വഭാവം എന്താ? ചൂടാണ്. ആ ചൂടിന് അള്ളാഹ് തണുപ്പാക്കി കൊടുത്തു. ഇതേപോലെ ജീവിതത്തിൽ കുടുങ്ങണോടത്ത് അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും.
മൂസാ നബി അലൈഹി ഇസ്ലാമും കൂട്ടരും ഫിർഔന്റെ കൂട്ടരെ അടുക്കുന്ന ഇങ്ങനെ പോവുകയാണ്. കടലിന്റെ മുമ്പിലെത്തി. ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. കടലിന്റെ മുമ്പിലെത്തിയപ്പോൾ മൂസാ നബിയുടെ ഒപ്പം ആളുകൾ പറഞ്ഞു, മൂസ കുടുങ്ങിയില്ലേ, ഇനി ഒന്നുമില്ലെങ്കിൽ ഫിർഔന്റെ അടുത്ത് പോയാൽ കഴിഞ്ഞു കഥ. വള്ളത്തിൽ ചാടിയാലാണെങ്കിലോ അതും കഴിഞ്ഞു. എന്താ കാട്ടുക? നിങ്ങൾ പേടിച്ചണേ, എൻ്റെ കയ്യിൽ വടി ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പേടിച്ചണേ? നിങ്ങൾ ബരി നല്ല പറഞ്ഞേ. മൂസാ നബി എന്താ പറഞ്ഞ അറിയോ? പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നല്ല പറഞ്ഞത്. എനിക്കാര് മാർഗം കാണിക്കും? അല്ലാഹു തആല എനിക്ക് മാർഗം കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസകകും കമാ യർസുഖു ത്വയ്ർ തഅദു ഖിമാസൻ വതറൂഹു ബിതാനാ. നിങ്ങൾ പക്ഷികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് പോലെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ എന്ത് ചെയ്യും? അല്ലാഹു നിങ്ങൾക്കുള്ള റിസ്ക് തരും. ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷി നിറഞ്ഞ വയറുമായാണ് തിരിച്ചെത്താറുള്ളത്. അതുപോലെ അല്ലാഹു തആല നിങ്ങൾക്കുള്ള ഉപജീവനം നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ നൽകുമെന്നാണ്. പറയാൻ സുഖാണ് തവക്കുൽ ചെയ്യാന്നുള്ളത്, പക്ഷെ കുടുങ്ങണ നേരത്ത് അത് അല്ലാഹുവിൽ അർപ്പിക്കുക എന്നുള്ളിടത്ത് നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും? ചാഞ്ചാടുമോ എന്നതാണ് പേടിക്കേണ്ടത്. നാലാമത്തേത് ആരാധനകൾക്കായി ഒരു സമയം കണ്ടെത്തുക എന്നതാണ്. നാലാമത്തെ കാര്യം, ആരാധനകൾ എന്ന് പറയുമ്പോൾ, ഇബാദത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്താണ്. ഈ ഇരിക്കുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അതിൻ്റെ പരിധിയിൽ വരും. എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ട ചില ഇബാദത്തുകൾ ഉണ്ട് താനും. രണ്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇതിന് പത്ര കൂലിയുണ്ടോ? ഇതിനും ഇബാദത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഇങ്ങോട്ട് സൃഷ്ടിച്ചത് എന്തിനാ? നമുക്ക് അറിയുന്ന ആയത്തുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. നിങ്ങളാരും എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല, നിങ്ങൾ എനിക്ക് എന്തു തന്നാൽ മതി? ഇബാദത്ത് തന്നാൽ മതി. ആ ഇബാദത്തിനൊരു സമയം കണ്ടെത്തണം. ഇബാദത്തിന് സമയം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചു വെറും ഇബാദത്ത് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെയല്ല. ഇബാദത്തിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് ഇബാദത്തിന് സമയം കണ്ടെത്തേണ്ടത് അല്ലാഹു തആല പറഞ്ഞ രൂപത്തിലാണ്, നമ്മൾ കണ്ട രൂപത്തിലല്ല ഇബാദത്തിന് സമയം കണ്ടെത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ന ആദമ, ആദമിന്റെ സന്തതിയെ തഫറഅ ലിഇബാദതി, ഇബാദത്തിന് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. എങ്കിൽ അംല സദ്റക ഈന, നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരാം. വ അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഇല്ലാതെയാക്കാം. വ ഇല്ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ മലഉതു യദൈക ശുഅല, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കൂല. നിന്റെ മുമ്പിൽ എപ്പോഴും ബിസി ആയിരിക്കും. വലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഇല്ലാതെയാക്കുകയുമില്ല. ഫുൾ സമയം തിരക്കോട് തിരക്കേക്കാരം. എത്ര ഓടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒന്നും രണ്ടറ്റം മുട്ടിക്കാൻ പറ്റില്ല. ചില ആളുകൾ പറയും ജീവിതത്തിനെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ എഡങ്ങേറാകാണ്, പെടാപാട് പെടുകയാണ് എന്ന്. പക്ഷെ പെടാപാട് പെട്ടാലും കൂട്ടിമുട്ടൂല. എന്തേ? അല്ലാഹു തആല പറഞ്ഞു ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ഇബാദത്തിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോകാതെ ഇബാദത്ത് മാത്രം എടുക്കാൻ അർത്ഥമുണ്ടോ? അങ്ങനെയല്ല. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് ഇബാദത്താണോ? ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, അടിമകളെ മോചിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലൽ മിസ്കീൻ, മിസ്കീന് കൊടുത്തൊരു ദീനാർ. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, കുടുംബത്തിന് കൊടുത്തൊരു ദീനാർ. ഏതാ നല്ലത്? ഏതാ? ചില ആൾക്കാർ കുടുംബം ഒന്നും നോക്കൂല, ബാക്കി എല്ലാത്തിനും റെഡി ആക്കാൻ. കുടുംബത്തിന് കൊടുക്കുമ്പോൾ ഈശിക്കി പിടിച്ചിങ്ങനെ കൊടുക്കും, എന്നാലോ വേറെ എല്ലായിടത്തും കൊടുക്കും. അങ്ങനെയും പറ്റൂല. ഏറ്റവും നല്ല ദീനാർ ഈ പറഞ്ഞതിൽ ഏതാ? കുടുംബത്തിന് കൊടുക്കുന്ന ദീനാറാണ്. എന്തിനാ സുഹൃത്തുക്കളെ നമ്മൾ ജോലിക്ക് പോയത്? കുടുംബത്തിനെ നോക്കാൻ. ആ നീയത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്ക് അയാളെ ജോലി ഇബാദത്താണ്. അപ്പൊ ഇബാദത്താണ് ഇതൊക്കെ. അപ്പൊ ഇബാദത്താണ് വെറും നിസ്കാരം നിക്കറും മാത്രമല്ല, അതിന് ചില സമയങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിർണയിക്കപ്പെട്ട സമയം എന്ത് ചെയ്യാം? അതിനു വേണ്ടി കൊടുക്കാം. നിർണയിക്കപ്പെട്ട ചില സമയം ഉണ്ടാവും. നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കാം,
നോമ്പ് നോൽക്കേണ്ട സമയത്ത് നോമ്പ് നോൽക്കുക, ഇബാദത്തിന് നിർണയിക്കപ്പെട്ട സമയത്ത് ഇബാദത്ത് ചെയ്യുക. ബാക്കിയെല്ലാം ഇബാദത്തിൻ്റെ നീയത്തോടു കൂടി ചെയ്താലും ഇബാദത്തിൻ്റെ കൂലി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു, അത് സ്വതക്കയാണ്, ഇത് സ്വതക്കയാണ്. അവസാനം ഹദീസിൽ കാണാം ഒരാളുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും. അപ്പോൾ സഹാബത്ത് വെച്ച് നബി ഇതുവരെ ഞങ്ങൾ പറയാം, ഞങ്ങളൊക്കെ അംഗീകരിച്ചു. ഒരാളെ ഭാര്യൻ്റെ അടുത്തേക്ക് പോകണം, അയാളെ വൈകാരികത ശമിപ്പിക്കാനല്ലേ ആണ്. അയാളത് ഹറാമിൽ പോയ അയാൾക്ക് കുറ്റം കിട്ടുമോ? കിട്ടും. എങ്കിലപ്പോൾ കുറ്റം കിട്ടുമെങ്കിൽ ഹറാമാവൂലേ? അത് കുറ്റം കിട്ടുമെങ്കിൽ ഹലാൽ ചെയ്ത കൂലിയിട്ടുണ്ട്, അനുവദിക്കപ്പെട്ട ചെയ്ത കൂലിയിട്ടുണ്ട്, കിട്ടും. അപ്പോൾ അതും എന്താണ്? കൂലിയാണെന്ന് പറഞ്ഞാൽ നീയത്തോടു കൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുന്ന ഏതൊരു പ്രവർത്തനവും ഇബാദത്തിൻ്റെ പരിധിയിൽ പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരാൾ ചെയ്താൽ ഇബാദത്തിന് സമയം മാറ്റിവെച്ചാൽ എന്തു തരുന്ന അള്ളാഹ് പറഞ്ഞത്? നിന്റെ മനസ്സിൽ അള്ളാഹു ഐശ്വര്യം നിറച്ചു തരും. എന്താ ഐശ്വര്യം എന്ന് പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലൈസൽ ഇന അൻ കസ്റത്തിൽ അർള്, കുറെ ഉണ്ടാവുക എന്നതല്ല, ജീവിത വിഭവങ്ങൾ കുറെ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം. വലാകിന്നൽ ഇന ഇനൻ നഫ്സ്, എന്താണ് പിന്നെ ഐശ്വര്യം എന്നുള്ളത്? മനസ്സിന്റെ സുഖമാണ്. കുറേ പൈസ ഉണ്ട്, മനസ്സിന് സുഖം അല്ലെങ്കിൽ എന്താ ആൾക്കാർ പറയാം? എത്ര പൈസ ഉണ്ടായിട്ട് ഇപ്പം എന്താ കാട്ടണല്ലേ, പൈസ കൊടുത്താൽ സമാധാനം കിട്ടൂലല്ലോ പറയും. വേറെ ചില ആൾക്കാരെന്താ പറയാ? പൈസ അല്ലെങ്കിൽ സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് പറയും. അപ്പോൾ ആർക്കാ സുഖം? കുറേ ഉണ്ടാവില്ല, അല്ല, പകരം ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുക. അതിനെന്ത് മതി? ഇബാദത്തിന് സമയം കണ്ടെത്തുക. ഇബാദത്തിന് സമയം നിർണയിക്കപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയം, പ്രത്യേകിച്ച് രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ, ഇതിനൊക്കെ ഒരു സമയം മാറ്റിവെക്കുക. എന്നിട്ട് അയാളുടെ ഉപജീവനത്തിന്റെ കാര്യങ്ങൾ തേടിയാൽ അള്ളാഹു തആല ഉപജീവനം കൊടുക്കും. വെള്ളിയാഴ്ചനെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? ജുമാ കഴിഞ്ഞാൽ ഒരു ഇബാദത്താണ്. അത് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വന്നാൽ പിന്നെ നല്ല അടിച്ച് കയറ്റി കുറച്ചു നേരം ഉറങ്ങും. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞെന്താണ്? വെള്ളിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്തോളി? ജുമാ കഴിഞ്ഞാൽ പിന്നെ ഫൻതശിറു ഫിൽ അർദ് വബ്തഉ മിൻ ഫളിലില്ലാ, പണിയെടുത്തോളി, പണിക്കിറങ്ങിക്കോളി, ജോലി അന്വേഷിച്ചോളി എന്നാ പറഞ്ഞത്. ഒരു ഇബാദത്ത് കഴിഞ്ഞ് അടുത്ത് ചെയ്താൽ അള്ളാഹ് എന്ത് ചെയ്യും? അതിലൊരു ബറക്കത്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബാദത്തിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിനൊക്കെ വിട്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഫ്ലൈറ്റ് മോഡിലിട്ട് വാട്സപ്പ് ഒന്നും തുറക്കാതെ എയിലെങ്കിലും പോകാമെന്നൊന്നുമില്ല ഈ പറഞ്ഞതിനർത്ഥമില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വന്ന് അപ്പോൾ തന്നെ വേറെ ആരൊക്കെ മരിച്ചുപോയി, പിന്നെ ആരൊക്കെ ജീവിച്ചു, ഇങ്ങനെയൊന്നും ഉണ്ടാവുന്ന അവസ്ഥയിലല്ല ഇബാദത്തിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ. ഇബാദത്തിന് ഏറ്റവും കൂടുതൽ ആബിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ മാതൃക നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ആബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബാദത്തിന്റെ മാതൃക കാണിച്ചു തരുന്ന അവിടെ നിന്ന് ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തത് എങ്കിൽ ഹദീസുകൾ നോക്കിയാൽ കാണാം. കുട്ടികൾ കളിക്കുന്നിടത്തുകൂടെ നബി പോയിട്ടുണ്ട്, കുട്ടികളോട് സംസാരിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിൽ ഇബാദത്തിന് നിർണയിക്കപ്പെട്ട സമയത്ത് ഇപ്പം നമ്മൾ ഇശാക്ക് പോവുകയാണ്, ഇബാദത്തിന് നിർണയിക്കപ്പെട്ട സമയത്ത് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു, അതൊരു ഇബാദത്താണ്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ ചെയ്യാം. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1 ഇസ്തിഗ്ഫാറും തൗബയുമാണ്, 2 തഖ്വയാണ്, 3 തവക്കുലാണ്, 4 ഇബാദത്തിന് സമയം കണ്ടെത്തലാണ്. 5ാമത്തെ കാര്യം കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കലാണ്. സ്വന്തം കുടുംബത്തോട് നമസ്കരിച്ചോ എന്ന് ചോദിക്കലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ ആ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് കാണാം. എന്നിട്ട് സൂറത്തു ത്വാഹയിലെ ആയത്ത് ഓതുമെന്നാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതും. വഅ്മുർ അഹ്ലക ബിസ്സല, നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, അതിൽ നീ ക്ഷമ അവലംബിക്കുക. ലാ നസ്അലുക റിസ്ഖൻ, ഞാൻ നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, ഞാൻ നിങ്ങൾക്ക് റിസ്ഖ് നൽകാം. ആ റിസ്ഖ് നൽകാൻ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക എന്നതാണ്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളോട് പറയും അല്ലേ, വലുതായാലും എന്നൊരു പരിധി ഉണ്ടാകും പറയണതിന്. പക്ഷെ വെറുതെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സഹോദരൻ സംസാരത്തിനിടയിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അയാളോട് ഈ സമയത്തും അയാളെ ഉമ്മ ചോദിക്കുമല്ലോ, പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് നിസ്കരിച്ചടാന്ന് ചോദിക്കും. അയാൾ ഉമ്മാനോട് തിരിച്ചു ചോദിക്കുമല്ലോ, എന്തിനാ അമ്മ നിങ്ങളിഞ്ഞോട്
ഉമ്മ പറയണ വാക്കണെന്ത്? നമ്മളെ ഉപജീവനത്തിൽ വിശാലത കിട്ടാൻ ഇത് കാരണമാണ്. നീ എത്ര വലുതായാലും, ഞാൻ വല്യമ്മയായാലും എനിക്ക് നീ മകൻ തന്നെയാണ് എന്നത്. വെറുതെ ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നിസ്കരിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരാൾ പുറത്തു പോയി എത്ര തവണ വീട്ടിലേക്ക് വിളിക്കും അല്ലേ? വാട്സപ്പിൽ കുറേ മെസ്സേജ് അയക്കും, അത് എന്തെങ്കിലും സാധനം വേണോ, ആ സാധനം വേണമെന്നൊക്കെ ചോദിക്കണതിൻ്റെ കൂടെ എടി കുട്ടി നിസ്കരിച്ചോ എന്ന് ചോദിക്കുക. നിസ്കരിച്ചിട്ടുണ്ടാവും, നോക്കുന്നുണ്ടാവും, എന്നാലും അവിടെ ചോദിക്കുക എന്നുള്ളത് നമ്മളെ റിസ്ക്കിന് വിശാലത ലഭിക്കാൻ കാരണമാകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം. വമിൻ ദുർരിയതി, എൻ്റെ മക്കളിൽ. അത് ഇബ്രാഹിം നബി പറഞ്ഞു എന്നല്ല, പ്രാർത്ഥനയാണ് എന്നാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരാവണ പ്രാർത്ഥിക്കാവില്ലല്ലോ, കുറേ തവണ പ്രാർത്ഥിക്കുന്നൊരു കാര്യം ഖുർആൻ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇബ്രാഹിം നബി എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും? പഠിച്ചവനെ ഞാൻ നിസ്കരിക്കണം, എൻ്റെ കുട്ടികളും. നമ്മൾ പ്രാർത്ഥിക്കാൻ എന്താ അറിയോ? പഠിച്ചോ എൻ്റെ കാര്യം, എൻ്റെ കുട്ടികളെ 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും കല്യാണമൊക്കെ നോക്കണ്ടിട്ടോ എന്ന് പറയും. നിസ്കാരത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും പറയാറില്ല. ആ ബാപ്പ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മകനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. വേദഗ്രന്ഥം നിങ്ങൾ നോക്കണം, ഇസ്മായിൽ എന്ന പ്രവാചകൻ സത്യസന്ധനായിരുന്നു, വാഗ്ദാനങ്ങൾ പാലിച്ച വിശ്വസ്തനായ ഒരു പ്രവാചകൻ നബിയുമാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർളിയ്യാ. അദ്ദേഹം കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയും. കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറയും. അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം തൃപ്തനായിരുന്നു എന്നാണ്. സക്കാത്ത് കൊടുക്കണ ബാപ്പ മകനോട് ചോദിക്കുന്ന, എടാ അജൻ്റെ സക്കാത്ത് കണക്കൂട്ടി കൊടുത്തോന്ന്. നിസ്കരിക്കണ ബാപ്പ കുട്ടികളോട് ചോദിക്കുന്ന, പെണ്ണുങ്ങളോടും കുട്ടികളോടൊക്കെ, എടി മക്കളെ നിങ്ങൾ നിസ്കരിച്ചോ, എടാ അജ് നിസ്കരിച്ചോ, എടി കുട്ടികളും മക്കളൊക്കെ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നാൽ കുട്ടികൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആ നിസ്കാരം നമ്മളെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാക്കി തരും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വസ്സലാത്തു മുജ്ലിബത്തുൽ ലിർസിഖി ഹാഫിളത്തുൽ ലിസ്ഇഅതി ദാഫിഅത്തുൽ ലിൽ അദാ മുത്രിദത്തുൽ ലിൽ അദ്വാഇ മുഖവ്വിയത്തുൻ ലിൽ ഖൽബി മുബയ്യിളത്തുൽ ലിൽ വജ്ഹി മുഫ്രിഹത്തുൽ ലിൻ നഫ്സി. അദ്ദേഹം കുറേ പ്രത്യേകതകൾ നിസ്കാരം, അത് മാത്രം വിഷയം വേറെ പറയേണ്ട സാധനമാണ്. നിങ്ങൾ വേറെ വിജ്ഞാനം ഇതിൽ നിങ്ങൾ വേറെ ഒരാളോട് പറയിപ്പിക്കേണ്ട സാധനമാണത്. നിസ്കാരം കൊണ്ട് കിട്ടുന്ന ചില മഹത്വങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിസ്കാരം വസ്സലാത്തു മുജ്ലിബത്തുൽ ലിർസിഖി, റിസ്ക് നേടിത്തരും. ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ കടയൊന്നും അടക്കൂല, കച്ചവടം പോകുന്നതാണ്. നിങ്ങൾക്ക് വേറെ ചില ആൾക്കാർ ഓർമ്മ ഉണ്ടാവും, ജമാഅത്തിൻ്റെ സമയം ഷട്ടർ താത്തിയിട്ട് കച്ചവടത്തിന് പോവുകയും നിസ്കാരത്തിന് പോയി നിസ്കാരം കഴിഞ്ഞിട്ട് പീടിക തുറന്നിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടാവും. അതെന്താ? വസ്സലാത്തു മുജ്ലിബത്തുൽ ലിർസിഖ്, റിസ്ക് നേടിത്തരും നിസ്കാരം. അതിൻ്റെ പേരൊന്നും മിസ്സാവില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ജുമുഅക്ക് നിസ്കരിച്ചാൽ പോയിക്കോളി, നിസ്കാരം ഇറങ്ങിക്കോളി, ആര് തരും? അല്ലാഹു തആല തരുമെന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്താ പറയുക? ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള സദാ ഓർമ്മ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തൊരു വസിയ്യത്തുണ്ട്. എന്നിട്ട് മകനോട് പറയും, ഇന്നി മൂസീക ബി വസിയ്യത്തിൻ വഖാസിറുഹാ ലികൈലാ തൻസാഹാ ഊസീക ബി ഇസ്നതൈൻ വഅൻഹാക അൻ ഇസ്നതൈൻ. മോനെ, നിനക്ക് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറേ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. 2 കാര്യം എന്നോട് കൽപ്പിക്കുകയാണ്, 2 കാര്യം ഞാൻ എന്ത് ചെയ്യാണ്? വിരോധിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താണ് ആ കൽപ്പിക്കുന്ന കാര്യം? അത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഹുമാ യുക്സിറാനിൽ ഉലൂജ അലല്ലാഹി ഊസിക ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വഊസിക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് നീ വർദ്ധിപ്പിച്ചാൽ വബിഹിമാ യുർസഖുൽ ഖൽഖി, സൃഷ്ടികളുടെ റിസ്ക് വർദ്ധിപ്പിക്കും. അവിടെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലയും സുബ്ഹാനല്ലാഹി വബിഹംദിഹിയും ഒക്കെയുള്ള ദിക്റുകളാണ് പറയുന്നത്. അഹങ്കാരവും ശിർക്കുനി ഉപേക്ഷിക്കുകയും വേണമെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ദിക്റുല്ലാ എന്നുള്ളത്, സദാസമയം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ റിസ്ക് വർദ്ധിപ്പിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിസയ്യിആത്തിൻ അംസാലിൽ ജിബാലി ഫയജിദു ലിസാനഹു ഖദ് ഹദമാ മിൻ കസ്റതി ദിക്രില്ലാഹി തആല. ഒരടിമ നാളെ ഖിയാമത്ത് നാളിൽ വരും.
അയാൾ ഒരുപാട് തിന്മകളായിട്ടാണ് വരിക. പക്ഷെ അയാൾ ആ തിന്മകളൊക്കെ അല്ലാഹ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇല്ലാതെയാക്കിയിടും. എന്തുകൊണ്ട്? അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റ് കൊണ്ട്. എല്ലാം ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹും അൽഹംദുലില്ലയും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബർ ഒക്കെ എല്ലാം ദിക്റാണ്. ആ ദിക്ർ കൊണ്ടത് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇന്ന ഫി ദുനിയ ജന്ന മൻ ലൻ യദ്ഖുലുഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിലൊരു സ്വർഗ്ഗമുണ്ട്, ആ സ്വർഗത്തിൽ പോകാത്തവൻ പരലോകത്ത് സ്വർഗത്തിൽ പോകൂല. അവർ ചോദിച്ചു, വമാഹിയ ഇമാം, ഏതാണ് ആ ദുനിയാവിലെ സ്വർഗമെന്ന്? അദ്ദേഹം പറഞ്ഞു, മഹബ്ബത്തുല്ലാഹി തആല വദിക്റുഹു. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനെക്കുറിച്ചുള്ള സദാ ഓർമ്മയുമാണ് ദുനിയാവിലെ സ്വർഗമെന്ന് പറയുന്നത്. പല വിശദീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുണ്ടെങ്കിലും ഒരു വിശദീകരണം അതാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള സദാ ഓർമ്മ. എങ്കിൽ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹുവിനെ സദോർക്കുക. അപ്പം നമ്മളൊരു കാര്യം, നമ്മളൊരാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എപ്പോഴാണ്? കുടുങ്ങണ നേരത്തെ നമ്മൾ ഓർമ്മ, നമ്മൾ വേറെ കാര്യം ചെയ്യണ്ടേ? നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മൾ കുടുങ്ങണ നേരത്തെ എന്ത് ചെയ്തോളും? നമ്മൾ ഓർത്തോളും. അതിനെന്ത് വേണം? ദിക്റുള്ള വേണം. ഏഴാമത്തെ കാര്യം എന്താ പറയുക? കുടുംബ ബന്ധം ചേർക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസ്ൽ റഹിമഹു. ആരെങ്കിലും അവൻ്റെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും അവൻ്റെ ആയുസ് വർദ്ധിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കുടുംബ ബന്ധത്തെ ചേർത്തു കൊള്ളട്ടെ. വേറൊരു ഹദീസിൽ കാണാം, ഇന്നർ റഹിമ സുജ്നത്തും മിനർ റഹ്മാൻ. റഹ്മാനിൽ നിന്നുള്ള വേരാണ്. വേര് എവിടുന്ന് വരാണ്? റഹ്മാനിൽ നിന്നുള്ള വേരാണ്. റഹ്മാൻ എവിടെയുള്ളത്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അർശിലുള്ള റഹ്മാനിൽ നിന്നുള്ള വേരാണ് റഹീം, കുടുംബബന്ധം. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ്, മൻ വസലക്കി വസൽതുഹു, കുടുംബബന്ധമേ നിന്നെ ചേർത്തവനുമായുള്ള ബന്ധം ഞാൻ ചേർക്കും. വമൻ ഖതഅകി ഖതഅതുഹു, നിന്നെ മുറിച്ചവരോടുള്ള എല്ലാ ബന്ധവും ഞാനും മുറിക്കുമെന്നാണ്. അള്ളാഹു നമ്മളുടെ റിസ്ക് വർദ്ധിപ്പിക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും കാരണമാകുന്ന ഏഴാമത്തെ കാര്യം നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിലു അല്ലദി ഇദാ ഖതഅത റഹിമഹു വസലഹ. ശരിക്കാരെ ചേർക്കണർ, ഇങ്ങോട്ടൊരു കാര്യത്തിന് ഉപകാരം ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യണവനല്ല. നമ്മളെ കല്യാണത്തിന് വിളിച്ചു, ഇനി നമ്മളെങ്ങനെ പോലെ വിളിക്കാക്കണേ? നമ്മളെ തക്കാരത്തിന് വിളിച്ചു, പോലെ വിളിച്ചിട്ടില്ലേ മോശമല്ലേ? ചെറുതാക്കി കഴിച്ചാൽ മതി, ഇന്നാല് പോലൊക്കെ നമ്മളെ വിളിച്ചില്ല, എങ്ങനെയാ ഇപ്പം മോത്തോക്കി അല്ലേ? അതുകൊണ്ടല്ല, പകരം ഇങ്ങോട്ട് മിണ്ടാത്തവരോടും അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക എന്നതാണ് ശരിയായ ചേർക്കല് എന്ന്. എട്ടാമത്തെ കാരണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. എട്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ അയ്യുമദ്ദ ലഹു ഫീ ഉംരിഹി വയുസ്ദാദ ലഹു ഫീ റിസ്ഖിഹി ഫൽയബർറ ലിവാലിദൈഹി വൽയസ്ൽ റഹിമഹു. ആരുടെയെങ്കിലും ആയുസ് വർദ്ധിക്കാനും അവൻ്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്ക് അവൻ പുണ്യം ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് എന്താ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക? വിശദീകരിക്കാതെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ അബ്ബാദ് പറഞ്ഞൊരു വാക്ക് പറയാം. എന്താണ് പുണ്യം എന്ന്? അദ്ദേഹം പറഞ്ഞു, മക്കൾ 5 വിധാണ്. എന്താ പുണ്യം എന്ന് കേട്ടോളി. 1, ലാ യഫ്അലു മാ യഅ്മുറുഹു ബിഹി വാലിദാഹു. മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാത്തോല്, ഒരു കാര്യം പറഞ്ഞു, ഒരു പണി പറഞ്ഞു ചെയ്യൂല, അവർ ഫഹാദ് ഹാഖ്, അവരാണ് ഉപദ്രവിക്കണ ആൾക്കാർ. ഒരു വിഭാഗം മക്കളതാണ്. രണ്ടാമത്തെ വിഭാഗം മക്കൾ ആരറിയോ? വൽ ആഖറു യഫ്അലു മാ യുഅ്മറു ബിഹി വഹുവ കാരിഹൻ. പറഞ്ഞാൽ ചെയ്യും, പക്ഷെ ഇഷ്ടമല്ലാതെ ചെയ്യാം, വെറുപ്പോട് കൂടിയാ ചെയ്യാം. ഓൽക്കൊരു കൂലിയും കിട്ടൂല, അല്ല യുജർ, ഓൽക്കൊരു കൂലിയും കിട്ടൂല. മൂന്നാമത്തെ വിഭാഗം യഫ്അലു മാ യുഅ്മറു ബിഹി, പറഞ്ഞാൽ ചെയ്യും, പക്ഷെ വയത്തബിഉ ബിൽ മന്നി വയഫ്അലു മാ വൽ അദാ വതഅഫു ഫി റഫ്ഇ സൗതി. ചെയ്തെങ്ങനെ എടുത്തെടുത്ത് പറയും, നാളെ ഞാൻ അങ്ങനെ വാങ്ങി തന്നില്ലേ, അതോടെ കൊടുത്ത് അവിടെ തന്നെ എപ്പോഴും കിടക്കുകയാണ്, ആ മേശമ്മ തന്നെ കിടക്കുകയാണ്, നിങ്ങളോടല്ല പറഞ്ഞു എന്നൊക്കെ പറയും. അങ്ങനത്തെ ആൾക്കാർക്ക് കുറ്റം കിട്ടുന്നു. അതാണ് മൂന്നാമത്തെ വിഭാഗം. ഈ അവർക്ക് പാപം ചെയ്തവരാണ് അവർ. നാലാമത്തെ വിഭാഗം ആൾക്കാർ യഫ്അലു മാ യുഅ്മറു ബിഹി ബിതീബത്തിൻ നഫ്സ്. ഒരു കാര്യം പറഞ്ഞാൽ ഹാപ്പിയായി ചെയ്യും, സന്തോഷത്തോടു കൂടി ചെയ്യും, ഓൽക്ക് കൂലിയുണ്ട്. അഞ്ചാമത്തെ വിഭാഗം മക്കൾ ആരറിയോ? അവരെ യഫ്അലു മാ യുരീദുഹു വാലിദാഹു ഖബ്ല യഅ്മറു ബിഹി. മാതാപിതാക്കൾ പറയുന്നതിന് മുമ്പ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം അഡ്വാൻസ് ആയി ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹാദാഹുൽ ബാർ വഹും നാദിറുൻ. ഇവരാണ് ബിർറ് ചെയ്തവർ, പുണ്യം ചെയ്തവർ. അവരാരെയുള്ളൂ? അപൂർവ്വമുള്ളൂ. നമ്മൾ നിസ്കാരത്തെ കേട്ടായത്തെ നോക്കി, ഇന്നൽ അബ്റാറ ലഫീ നഈം
വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ ഇന്നൽ അബ്റാറ തീർച്ചയായും പുണ്യവാന്മാർ ബിറിന്റെ ബഹുവചനാണ് അബ്റാർ. അത് നമ്മൾ പ്രാർത്ഥിക്കണത് വതവഫനാ മഅൽ അബ്റാർ റബ്ബേ പുണ്യം ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ മരിപ്പിക്കണമേ. അതിൽപ്പെട്ട ഒരു പുണ്യാണത് മാതാപിതാക്കൾക്ക് ചെയ്യണേ. അത് ഏതാന്നപ്പോ ബിർ ഏതാ പറഞ്ഞേ? പറയണീന്റെ മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വിളിച്ചു, എടാ അജ് വരുമ്പോൾ ആ ഗ്യാസിൻ്റെ ഗുളിക ഒന്ന് കൊണ്ടുവരുമെന്ന്. അതിനെന്താ കിട്ടുക? കൂലി കിട്ടും. ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇന്നാളല്ല ഇപ്പം ഗ്യാസിൻ്റെ ഗുളിക കൊണ്ടുവന്ന് അപ്പോഴത്തിന് കഴിഞ്ഞു വെച്ചാൽ അതിന് കുറ്റം കിട്ടും. ഞാൻ അങ്ങനെ ഇടങ്ങേറി വിളിച്ചു മനസ്സിലിങ്ങനെ പിരായി പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്താലോ കൂലിയും കിട്ടൂല, കുറ്റം കിട്ടൂല. ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും. പക്ഷെ പുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ പോന്നപ്പോൾ അപ്പാനോട് ചോദിക്കണം, ആ അപ്പ ഞങ്ങൾ ഗുളിക കഴിഞ്ഞിക്കണല്ലേ, കൊണ്ടുവരാൻ ചീട്ട് ഇങ്ങോട്ട് കാട്ടി, ഞാൻ ഫോട്ടോ ഇങ്ങോട്ട് കാട്ടി കാണിയെന്ന് പറഞ്ഞാലാണ് എന്ത് ചെയ്യുക? പുണ്യാവുക. അപ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാന്നുള്ളത് നമ്മളെ റിസ്ക് വർദ്ധിപ്പിക്കാൻ കാരണം. അതുകൊണ്ടാണ് സൈനുൽ ആബിദീൻ അദ്ദേഹത്തോട് ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ, പക്ഷെ നിങ്ങൾ ഉമ്മൻ്റെ കൂടെ ഉപ്പൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണ കാണില്ലല്ലോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞാൽ അറിയോ, ഓലെടുക്കാൻ വിചാരിച്ച ഞാനെങ്ങാനും എടുത്താപ്പത് പ്രശ്നമാവോന്ന് അങ്ങനെ നോക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അതാണ് നമ്മളെ ഉപജീവനം വിശാലമായി മാനിപ്പാനി നോക്കിയിരുന്നാൽ മതിയെന്ന്. വേറെ പണിക്കൊന്നും വേണ്ടല്ലോ, പക്ഷെ അവരെ നോക്കേണ്ടത് സാന്നിധ്യം എല്ലായിടത്തും സാന്നിധ്യം, അല്ലാത്തടത്ത് അല്ലാത്തത് എന്തായാലും പറ്റണം, കൊടുക്കാൻ പറ്റണം. 9ാമത്തത് എന്താ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം കൊടുക്കുക എന്നുള്ളതാണ്. ഉപജീവനം വിശാലമാവാൻ 9ാമത്തെ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, ഉൻഫിക് ഇബ്ന ആദം ഉൻഫിക് അലൈക, ആദമിന്റെ മക്കളെ നിങ്ങൾ നൽകിക്കോളൂ, നിങ്ങൾക്ക് നൽകുന്നതാണ്. ആരാ നൽകുക? നമ്മൾ കൊടുത്താൽ നമുക്ക് ആരാ പകരം തരിക? അള്ളാഹ് തരൂലേ. അതുകൊണ്ടാണ് ബിലാലിനെ വിളിച്ചു പറഞ്ഞ, അൻഫിഖ് യാ ബിലാൽ, ബിലാലെ നിങ്ങൾ കൊടുത്തോളൂ, വലാ തഖ്ശ മൻ ദിൽ അർശി ഖിലാലാ, അർശിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ ഒന്നും കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അർശിന്റെ ഉടമസ്ഥന്റെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ആര് തരും? റഹ്മാൻ തരും. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഏതൊരു കാര്യവും ഫഹുവ യുഖ്ലിഫു, അവൻ അത് നിങ്ങൾക്ക് പകരമായി നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും നല്ല ഉപജീവനം നൽകുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ യുസ്ബിഉൽ ഇബാദു ഫീഹി മലകാനി യൻസിലാൻ, എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഇറങ്ങി വരുന്നു. എന്നിട്ടൊരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫാ വയഖൂലുൽ ആഖിർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പടച്ചോനെ കൊടുക്കുന്ന ആൾക്ക് ഇനിയും നീ കൊടുക്കണേ എന്ന് പറയും. 2ാമത്തെ മലക്ക് പറയും, കൊടുക്കാത്തവന് നീയും പിടിച്ചു വെക്കണേ എന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല, മലക്കാൾ പ്രാർത്ഥിച്ചാലോ? എന്നും മലക്ക് വന്നിങ്ങനെ പറഞ്ഞു പോകണ്ടെന്നാണ്. ഇതുവരെ സ്വതക്കൊടുത്തിട്ട് പട്ടിണി നടന്ന ആരുമില്ല, എത്തിങ്ങാനി ചേർന്ന ആരുമില്ല. പക്ഷെ പലിശ എടുത്തിട്ട് കുടുങ്ങിയ ആൾക്കാരുണ്ട്. വട്ടിക്ക് പൈസ എടുത്തുകാണ്ട് അവസാനം പൊളിഞ്ഞു പോയ ആൾക്കാർ. പക്ഷെ സ്വതക്കൊടുത്ത് പൊളിഞ്ഞ ആരും ഉണ്ടാവില്ല. കാരണം എന്താ? അർശിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പൊ എത്ര കൊടുക്കണ്ടേ? ആരോടാ പറഞ്ഞ ഹദീസ്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാ പറയണത്. അബൂബക്കറേന്ന് വിളിച്ചില്ല. അപ്പൊ ആര് കൊടുക്കണം? നമ്മൾ വിചാരിച്ചെന്താ നിങ്ങൾക്ക് ആരാ കൊടുക്കണ്ടേ വെച്ചാൽ മുതലാളിമാർ മാത്രമാണ് കൊടുക്കണ്ടേ എന്നാണ്. രാവിലെ മലക്കാൾ വരും. ആരെടുത്തേക്കാ വരിക? മുതലാളിമാരുടെ അടുത്തേക്ക് മാത്രമേ വരിക? അല്ല, എല്ലാ നേരം വെളുക്കണ ആർക്കൊക്കെ ഉണ്ടോ ഓലെടുത്തേക്കൊക്കെ വരും. എല്ലാവരും ഒരേപോലെയാണോ കൊടുക്കണ്ടേ? അല്ല. ഒരു ഹദീസിൽ കാണാം, ഒരു ദിർഹം 1000 ദിർഹമിനെ, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഹദീസ്, 1000 ദിർഹമിനെ മറികടന്നു. അപ്പൊ എങ്ങനെ ചോദിച്ചു? ഒരാൾ 1000 കൊടുത്ത ഒരാൾ 1 എടുത്തു. അള്ളാന്റെ അടുക്കൽ എന്താ ആർക്കാം? അപ്പൊ എന്താ കാരണം അറിയാൾക്ക്? ഒരാൾക്ക് ആകെ 2 ദീനാറുള്ളൂ, അതിന് 1 കൊടുത്തു. അപ്പൊ അയാൾക്ക് പകുതിയായി. മറ്റേ ഇഷ്ടം പോലെ ഉണ്ട്, അതിനാണ് 1000 കൊടുത്ത്. അപ്പോൾ എണ്ണത്തിലല്ല, നമ്മൾ പറയില്ലേ ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റി അല്ല നോക്കുക, ക്വാളിറ്റിയാണ് പറയില്ലേ, അതാണ് അല്ലാഹു തആല നോക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ അല്ലാഹു തആല തിരിച്ചു തരുമെന്നാണ്.
10ാമത്തെ എന്താ നിങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നതാണ്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, നിങ്ങൾക്ക് അവൻ സിയാദത്ത് നൽകുന്നതാണ്. അധികരിപ്പിച്ചവൻ നിങ്ങൾക്ക് സമ്പാദ്യം നൽകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞു, ശാക്കിറൽ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബി ഷാക്കിറാണ്. ഷാക്കിർ എന്ന് പറഞ്ഞാൽ ആതാഹുല്ലാഹു ഫിദ്ദുനിയ ഹസന, അള്ളാഹു ദുനിയാവിൽ അദ്ദേഹത്തിന് എല്ലാ ഹസനത്തും കൊടുത്തു നന്ദി കാണിച്ചപ്പോൾ. പരലോകത്ത് വേറെയും കൊടുത്തു. അദ്ദേഹം നന്ദി കാണിച്ചത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലിൽ നീര് വരോളം നിസ്കരിച്ച് ആയിഷ ബീവി ചോദിച്ചു, എന്തിനാ നബി നിങ്ങളിങ്ങനെ ഇടങ്ങേറായി കാണ്ട്, നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പുറത്തുണ്ടല്ലേ, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, ഞാൻ നന്ദിയുള്ള, എന്താ ഷാക്കിറും ഷക്കൂറും തമ്മിൽ വ്യത്യാസം? ഇബ്രാഹിം നബി അല്ലാഹു ഷാക്കിർ പറഞ്ഞു. സൂറത്ത് ഇസ്രാഈലിന്റെ 2ാമത്തെ ആയത്ത് എങ്ങനെ അറിയാം? ദുർരിയത മൻ ഹമൽനാ മഅ നൂഹിൻ ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഞാൻ കപ്പലിൽ കയറ്റിയ ആളുകൾ ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹി ഇസ്ലാം ശകൂറായ അടിമയായിരുന്നു. അങ്ങേയറ്റം നന്ദി കാണിക്കുക. ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഉള്ളതിന് നന്ദി കാണിക്കുക. ഷക്കൂർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തപ്പോൾ നന്ദി കാണിക്കുക. എനിക്കൊരു സാധനം ഉണ്ട്, അൽഹംദുലില്ലാ. എനിക്കൊരു സാധനം എന്നാലും അൽഹംദുലില്ലാ. ആ ആയത്തിന് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ പറയാണ്, അന്ന നൂഹ് അലൈഹി സ്വലാം കാന യഹ്മദുല്ലാഹ തആല അലാ തുആമിഹി വശറാബിഹി വലിബാസി വശഅനി കുല്ലിഹി ഫലിഹാദാ സുമ്യ അബ്ദൻ ശകൂറാ. അദ്ദേഹം തിന്നാലും കുടിച്ചാലും ധരിച്ചാലും എല്ലാത്തിനും അൽഹംദുലില്ലാ പറയും. എന്തിനാ എല്ലാത്തിനും അൽഹംദുലില്ലാ പറയണേ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലേ പറയണ്ടേ? ആണ്. പക്ഷെ അദ്ദേഹം എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞേ? കിട്ടിയല്ലോ, തിന്നാൻ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. തിന്ന് തുടങ്ങുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ല പറയണം. തിന്നു കഴിഞ്ഞപ്പോഴോ തിന്നാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ പറയണം. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല അല്ലേ? പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇടം ഉണ്ടായാലും വെച്ച് അൽഹംദുലില്ലാ. കുടിക്കാൻ എനിക്ക് പറ്റിയല്ലോ, അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പറഞ്ഞേ? ഷക്കൂർ എന്ന് പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ആയിഷ ബീവിയോടാണ്, അഫലാ അകൂന അബ്ദൻ ഷക്കൂറാ, ഞാൻ നന്ദിയുള്ള അടിമയാകണമെന്ന് ആഗ്രഹിക്കണില്ലേ? നമ്മൾ നന്ദി പറയല്ലേ. 11ാമത്തെ എന്താ നിങ്ങൾക്ക്? മുൻഗാമികളുടെ മാർഗത്തിൽ, സലഫുകളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഒരുപാട് സംഘടനകളുണ്ട്, കക്ഷികളുണ്ട്, എല്ലാവരും പറയണു ഞങ്ങൾ, പക്ഷെ അവരുടെ ശരിയായ പരിഹാര മാർഗം ഏതാ? ആ സംഗതിയെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി നോക്കാനല്ല. വലൗ അന്നഹും മഖാമുത് തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം മിൻഹും ഉമ്മത്തും മുഖ്തസിദ വകസീറും മിൻഹും സാഅ മാ യഅമലൂൻ. വലൗ അന്നഹും മഖാമുത് തൗറാത്ത്, അവർ തൗറാത്തിലും ഇൻജീലിലും മടിയുറച്ചു നിൽക്കുകയും വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട ഖുർആനിലും മടിയുറച്ചു നിൽക്കുകയും ചെയ്താൽ, അപ്പൊ നമുക്ക് ഖുർആനുള്ളൂ, അപ്പൊ എന്താ ചെയ്യാ? ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, ആകാശത്തു നിന്നും അവരുടെ കാലിന്റെ ചുവട്ടിൽ നിന്നും ഞാൻ അവർക്ക് ലഅകലൂ ഭക്ഷണം കൊടുക്കുന്നതാണ്. ആകാശത്തു നിന്ന് മഞ്ഞസൽബി ഇറങ്ങുന്നല്ലേ അർത്ഥം. പിന്നെ മഴ പെയ്താൽ അടിയുന്ന ഭൂമിന്ന് മുളച്ചു പൊന്തും. മിൻഹും ഉമ്മത്തും മുഖ്തസിദ, മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ്, വസതിയായ മധ്യമ നിലപാടുള്ള സമൂഹമാണ്. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്തു? അങ്ങോട്ട് കാട് കയറിപ്പോയി. ചില ആൾക്കാർ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവിടെ മധ്യമ നിലപാട് സ്വീകരിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. 12ാമത്തെ എന്താ നിങ്ങൾക്ക്? നബി സ്വല്ലല്ലാഹു പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ഒരുമിച്ച്. ഞാൻ പറയുന്നത് ഇത് മാത്രമേ ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? എളുപ്പമാണ്. വമിൻ തഹ്തി താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ, നിങ്ങൾ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുക, തുടർത്തി ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യവും പാപവും കമായും ഫിൽ കീറു ഹബസൽ ഖദീദ്, ഈ ഉലയിലെ ഇരുമ്പിന്റെ കീടം നീക്കം ചെയ്യുന്നത് പോലെ, മൂർച്ച ഉണ്ടാവുന്ന പോലെ പാപങ്ങളൊക്കെ ഇല്ലാതെയാക്കി തരും, ദാരിദ്ര്യം ഇല്ലാതെയാക്കി തരും എന്ന് പറഞ്ഞു. 13ാമത്തെ നിനക്ക് പാവങ്ങളെ സഹായിക്കുക എന്നതാണ്.
ദുർബലരായ ആളുകളെ സഹായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങളുടെ ദുർബലരെ കൊണ്ടാണ് നിങ്ങൾ സഹായിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും നിങ്ങളിലെ ദുർബലരായ ആളുകളെ കൊണ്ടാണ്. അല്ലാഹു തആല ദുർബലരായ ആൾക്കാരെ സഹായിക്കുന്നതിന് അള്ളാഹു നമുക്ക് റിസ്ക് തരും. അള്ളാഹു അവൻ്റെ സഹായവും നമുക്ക് ഈ ദുർബലർ ഉണ്ടായത് കൊണ്ട് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു ഹദീസിൽ കാണാം, നിങ്ങൾക്ക് മഴയൊക്കെ പെയ്യണത് നിങ്ങൾ സക്കാത്തൊക്കെ കൊടുത്തിട്ട് ഇവിടെ പാവങ്ങളായ കുറെ ആൾക്കാർ ഉണ്ടാകും. ഒരു കവി പറഞ്ഞല്ലേ, ഇവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ചില വയസ്സന്മാരുണ്ടായതാണ്, ചില ഗർഭിണികളായ ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കുക, എത്രയാണോ പറ്റുന്നത് അത്ര ചെയ്യാം. 14-ാമത്തെ നമ്മൾ തുടക്കത്തിൽ കേട്ടതുപോലെ രാവിലത്തെ സമയവും ദിക്റാണ്. രാവിലെ ഉറങ്ങാൻ പറ്റൂല എന്നൊന്നും പറയണില്ല, എങ്കിലും രാവിലത്തെ സമയം ഏറ്റവും വിലപ്പെട്ട സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അള്ളാഹു എൻ്റെ ഉമ്മത്തിന് ഏറ്റവും ബറക്കത്താക്കപ്പെട്ട സമയത്ത്, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൻ്റെ സമയത്ത് നീ ബറക്കത്താക്കണേ എന്ന് പറഞ്ഞു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് സൗകര്യം എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ. ഇല്ല, സ്ത്രീകൾക്കൊക്കെ എളുപ്പം മനസ്സിലാവും. ഒരു ദിവസം രാവിലെ എണീറ്റ് പണി തുടങ്ങുകയാണെങ്കിൽ എളുപ്പം കഴിയും. എന്നാൽ കുറച്ചേരൊക്കെ ഉറങ്ങി വെച്ചിട്ടാണെങ്കിൽ എത്രയാണ് തീർത്താലും തീരൂല, തീർത്താലും തീരൂല. ഒരു ബറക്കത്ത് എന്തുണ്ട് രാവിലത്തെ സമയത്തിന് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, സുബൈ കിട്ടുന്ന ദിവസവും സുബൈ കിട്ടാത്ത ദിവസവും തമ്മിൽ എന്തുണ്ടാവും, ഒരു ചെറിയൊരു പ്രശ്നം നമ്മളെ അനുഭവിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സുബൈ നിസ്കരിച്ച് സലാം വീട്ടിയാൽ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവും ഏറ്റവും നല്ലതായ റിസ്ഖും സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇപ്പൊ രാവിലെ തന്നെ പണിക്ക് പോണതിന് മുമ്പ് ആരോട് ചോദിക്കണം? അള്ളാഹിനോട് പറയണം, പടച്ചോനെ പണിക്ക് പോവുകയാണ്, നല്ല പണി തരണേ. ഇതൊക്കെ വിട്ടോളി, ഇപ്പത്തെ സ്ഥിരം പണിയൊക്കെ വിട്ടോളി. രാവിലെ കൈക്കോട്ടൊക്കെ എടുത്തേ പീടിയേക്കൊക്കെ ഇങ്ങനെ കൈക്കോട്ടൊക്കെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് പീടിയേക്കൊക്കെ പോണ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഒന്ന് പണിക്ക് വിളിച്ചോ, ഞാൻ അന്നേ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. പടച്ചോനെ, ഞാൻ സുബൈക്ക് നിസ്കരിച്ച് പീടിയേക്കിലൊന്ന് പോയി ഇരിക്കുകയാണ്, ആരെങ്കിലും ഒക്കെ എന്നെ പണിക്ക് വിളിച്ചു കൊണ്ടേയെങ്കിൽ, ആരെങ്കിലും രണ്ട് ലോഡിന് വിളിച്ച് എന്തെങ്കിലും ഒരു പണി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കൂലേ? അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. സ്ഥിരം പണിക്കോണവർക്ക് ഇത് മനസ്സിലാവില്ല. സ്ഥിരം പണിക്കോണവർക്ക് മനസ്സിലാവില്ല. തലേന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടാവും, ഉപ്പ നാളെ സ്കൂൾക്ക് മറ്റന്നാളെ നോട്ടിക്ക് വേണേ മറ്റിത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയാൾക്കിത് വാങ്ങണമെങ്കിൽ നാളെ പണി ഉണ്ടായിട്ട് വേണം. അയാളാണ് രാവിലെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ ഇറങ്ങുക. നമ്മളും പ്രാർത്ഥിക്കണ്ടാവും. നമ്മളെ പ്രാർത്ഥന എന്നേക്കാൾ ആത്മാർത്ഥമായിരിക്കണ്ടാവോ അയാളെ പ്രാർത്ഥന. നമ്മളിപ്പോൾ ഇത് പ്രാർത്ഥിക്കണതല്ലോ, ഇതിപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാണ്. പക്ഷെ അയാൾ പ്രാർത്ഥിക്കണതേ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനി നോക്കി നിങ്ങൾ, അള്ളാഹു ഏറ്റവും അടുക്കണ സമയം ഏതാ? സുജൂദിലാണ് അല്ലേ? ആ രണ്ട് സുജൂദിന്റെ ഇടയിലെ പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഉഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. പല റിപ്പോർട്ടുകൾ പല രൂപത്തിലാണ്. ഇവിടെ വർസുഖ്നി, പടച്ചോനെ ഞാൻ നിന്നോട് ഏറ്റവും അടുക്കണ രണ്ട് സന്ദർഭത്തിൽ രണ്ട് സുജൂദിന്റെ ഇടയിലാണുള്ളത്. എൻ്റെ ഉപജീവനം നീ നോക്കണം കേട്ടോ പടച്ചോനെ. ഇനി നോക്കി നിങ്ങൾ, ഷട്ടറും താത്തി പള്ളിക്ക് പോകണ ഒരാൾക്ക് പേടിച്ചോ? മനസ്സറിഞ്ഞത് ചെല്ലണ വെച്ചാൽ അയാളെ പേടിയൊക്കെ തുറക്കാൻ ചെല്ലുമ്പോണ്ടാവും രണ്ടാൾക്കാരുണ്ടാകും അവിടെ. മനസ്സറിഞ്ഞ് ചെല്ലണ ഒരാൾക്ക് ഉണ്ടാവും. അതാണ് വർസുഖ്നി എന്ന് പറഞ്ഞാൽ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഇന്നി ബിഫദ്ലിക അമ്മൻ സിവാക. പടച്ചോനെ, വേറെ ആർക്കും നൽകാത്ത നിന്റെ ഫള് നീ എനിക്ക് നൽകി, നീ എന്നെ ഐശ്വര്യവാനാക്കണേ എന്ന് ഒരു മനുഷ്യൻ, അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി കലാമൻ മാ അഖൂലുഹു. എനിക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീമിൽ അസീസിൽ ഹകീം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. ആ നേരത്തെ അയാൾ ചോദിക്കണമെന്ന് അറിയോ? ആഹുലാഇലി റബ്ബി ഫമാലി. ഈ പറഞ്ഞതൊക്കെ റബ്ബിനെ പറ്റിയല്ലേ, റബ്ബിനെ മഹത്വപ്പെടുത്തലല്ലേ, എനിക്കെന്താണ് ഇതിലുള്ളത്? എങ്കിൽ നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഉഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. പടച്ചോനെ, ഹിദായത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം, എനിക്കു നീ റഹ്മത്ത് ചൊരിയണം, എൻ്റെ പാപങ്ങൾ പൊറുക്കണം, എൻ്റെ ഉപജീവനം നീ എനിക്കു നൽകണേ എന്ന്. അപ്പൊ ഇടയിൽ ഇരുത്തത്തിൽ മാത്രമല്ല, എപ്പോഴും എന്ത് ചെയ്യുക?
പ്രാർത്ഥിക്കാം. ഏറ്റവും അവസാനത്തേത് 15ാമത്തേത് ഞാൻ പറയാ, മതപരമായ അറിവ് നേടലാണ്. മതപരമായ അറിവ് നേടാൻ ഇഷ്ടം പോലെ സംവിധാനം ഉണ്ടല്ലേ. പീസ് റേഡിയോ കൊണ്ട് തുറന്നു വെച്ചാൽ മതി, ഏത് തരത്തിൽ വേണോ അതൊക്കെ കിട്ടും. അതല്ലാത്ത വൈജ്ഞാനിക സംവിധാനങ്ങളുണ്ട്, എല്ലാ മാസവും വിജ്ഞാന വേദികളുണ്ട്. ഇങ്ങനെ പഠിക്കാൻ ഖുർആൻ ക്ലാസ് എന്തൊക്കെ സംവിധാനമുണ്ടോ ഇതൊക്കെ ഉണ്ട്. മുമ്പത്തേതിനേക്കാൾ എല്ലാ സൗകര്യത്തോടു കൂടിയുണ്ട്. ഈ സമയം വേണം. ഞങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറയാ, കാന ഖവാനി അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന അഹദുമാ യഅതിൻ നബിയ വല്ലാഖർ യഹ്തരിഫു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് രണ്ട് ആൾക്കാരുണ്ടായി. നമുക്ക് വേണമെങ്കിൽ ഒരു ഏട്ടനെ അഞ്ചനെ എടുക്കാം. ജ്യേഷ്ഠനും മനിയനും ഉണ്ടായിരുന്നു. അവർ രണ്ടാളും ഇങ്ങനെ ഉണ്ട്. ഒരാള് നബിന്റെ സദസ്സിൽ വരും, മറ്റേയാൾ വരൂല. ആ നേരത്ത് ഫശക്കൽ മുഹ്തരിഫു, വരാത്ത ആള് അവന്റെ സഹോദരനെ പറ്റി ഇങ്ങനെ നബിനോടൊന്ന് പറയും. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാകുക? ഓൻ എപ്പോഴും നിങ്ങളെ ക്ലാസ്സിന് വരുന്ന പണിയാണ്, ഒരു പണിക്കും പോകില്ല, പെരീത്തെ പണി മുഴുവൻ ഞാൻ എടുക്കണം, ഞാൻ തന്നെ എല്ലാ പണിയും, ഓൻ അങ്ങനെ നടന്നാ പോരെ എന്നൊക്കെ ഈ അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. നബിസ്വലമായോട് പറഞ്ഞതറിയോ, ലഅല്ലക തുർസഖു ബിഹി, അവനെ കൊണ്ടായിരിക്കാം നിനക്ക്, അതുകൊണ്ടായിരിക്കാം നിനക്ക് ഉപജീവനം അല്ലാഹു നൽകുന്നത്. ഇതിനർത്ഥം ഒക്കെ മറ്റവനോട് ഏൽപ്പിച്ച് നമ്മളിങ്ങനെ വെറുതെ നടക്കണമെന്നാ? അതിനർത്ഥമല്ല. ഉമർ അല്ലാഹുക്കെ നബിന്റെ സദസ്സൊക്കെ പോയത് എങ്ങനെ പോയിനത്? ആടിനെ നോക്കിക്കോ ഒരു ദിവസം ഞാൻ പോകാം, എന്നിട്ട് ഇന്ന് പിറ്റേന്ന് ഞാൻ നോക്കാം, അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അല്ലാതെ ഒക്കെ ഓനാണ് നോക്കുക. ചില ആൾക്കാരുണ്ടല്ലേ ഇനി ഒന്നും വേണ്ട. ഒരു ചങ്ങായിണ്ട്, ഓനെല്ലാം ഓൻ്റെ പഠനത്തിന്റെ അവസാനം അവനോട് പറഞ്ഞു, ഉസ്താദെ ഇനിയിപ്പോൾ ഞാനേ ഒന്ന് പഠിച്ചാൽ തീരുമാനം, അവൻ്റെ കോഴ്സുകളാ അപ്പൊ ഇനിയിപ്പോൾ 6 മാസം കൂടി. അപ്പോൾ അവന് 2-3 കൊല്ലം ബാക്കിലാണ്. പഠനം കഴിഞ്ഞ് 6 വയസ്സ് പേപ്പർ ഇട്ടാണ്. അതൊക്കെ ഞാൻ നിർത്തി പോവുകയാണ്. അപ്പോൾ അവന് പഠിക്കാൻ അവൻ്റെ ഇത്രയും കാലം എന്നെ പഠിപ്പല്ല, ഉമ്മയാണ് നോക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഇത്രയും കാലം നോക്കില്ല, ഇഞ്ഞും നോക്കിക്കോളൂ, ഞാൻ പഠിച്ചാൽ നടക്കാം. പഠിക്കണം, പഠിക്കണ്ടെന്നല്ല, പക്ഷെ വേറെ ഒന്നും നോക്കാതെ കുടുംബമൊക്കെ നോക്കാതെ അങ്ങനെ നടക്കല്ല. പഠിക്കണം. കുടുംബമൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഇവിടെ ഇരുന്നും ഒക്കെ പഠിക്കാൻ പറ്റും. പഠനത്തിന് എന്തില്ല, ഒക്കെ ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഡെയിലിയിലൊക്കെ പോകണം, ഏതെങ്കിലും ഫോണൊക്കെ ഓഫാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. പകരം നമുക്ക് പഠിക്കാൻ പറ്റുന്ന, കുടുംബത്തെ നോക്കാൻ പറ്റുന്ന ഒക്കെ സംവിധാനത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. വെറും ദുനിയാവ് മാത്രം പോരാ, വെറും പരലോകം പോരാ, ദുനിയാവും വേണം പരലോകം വേണം. റസൂലുള്ളാഹി ഇസ്ലാമിൻ്റെ സദസ്സിലെ ഒരാളിങ്ങനെ മെലിഞ്ഞൊട്ടിങ്ങനെ ഉണ്ട്. അയാളോട് ചോദിച്ചാൽ എന്താ പറയല്? അയാൾ പറഞ്ഞു, പഠിച്ചോനെ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ പരലോകത്ത് കൊണ്ടുവരുത്, ഇവിടെ നിന്നെ ശിക്ഷിച്ച് തീർക്കണ്ടേ, പരലോകത്തെ ഇടങ്ങേറാക്കരുത് എന്നാണ്. ഇസ്ലാം പറഞ്ഞു, ഇനി അങ്ങനെ പറയരുത് കേട്ടോ, എന്ത് പറഞ്ഞാൽ മതി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും നല്ലത് പറയാനേന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാവും വേണം, നമുക്ക് എന്ത് വേണം, പരലോകം വേണം. നമ്മളെ വീടും കുടുംബവും കുട്ടികളും മക്കളൊക്കെ വേണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, നമ്മുടെ പരലോകവും വേണം. സലാസത്തുൻ കുല്ലുഹുല്ലാമിനുൻ അലല്ലാഹ്, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ജാമ്യമുണ്ട്, അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട്, കാവലുണ്ട്. എന്താണ് ആ കാവൽ എന്നറിയോ? ഇൻആശ റുസിഖ വകുഫിയ, ജീവിക്കുന്ന കാലം മതിയായ ഉപജീവനം അല്ലാഹു നൽകും. വഇൻമാത അദ്ഖല അല്ലാഹുൽ ജന്ന, മരിച്ചാൽ അല്ലാഹു സ്വർഗ്ഗവും നൽകും. ജീവിക്കണ കാലം തിന്നാതെ എത്ര വകുഫിയ, മതിയായത് തരും. വഇൻമാത അദ്ഖല അല്ലാഹുൽ ജന്ന, മരിച്ചാൽ അല്ലാഹു സ്വർഗ്ഗവും തരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗത്തെ എണ്ണുകയാണ്. മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞവനാണ്. വമൻ ഖറജ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പുറപ്പെട്ടവനും ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ സംരക്ഷണമാണ്, അല്ലാഹുവിന്റെ വാക്കാണ്. വമൻ ഖറജ ഫീ സബീലില്ലാഹ് ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചവനും. അവർക്കുള്ള അള്ളാഹുവിന്റെ സംരക്ഷണം എന്താ? ജീവിച്ചിരിക്കണ കാലത്ത് മതിയായ ഉപജീവനം തരും, മരിച്ച സ്വർഗ്ഗം തരും. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ആ ഉപജീവനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഉപജീവനത്തിൽ ഒരു വിശാലത ഉണ്ടോന്ന് ഞാനും നിങ്ങൾ ആലോചിക്കുക. കുറെ കിട്ടുന്നു എന്നതിൽ ഒരു വിശാലതയുമില്ല, കിട്ടുന്നതിൽ എത്ര തികയുന്നു എന്നതാണ്. ചില ആൾക്കാർ പറയും, എൻ്റെ കൈ ഓട്ടക്കൈയാണ് തോന്നുന്നുണ്ട്, എത്രയാ കിട്ടണ കാണില്ല, എയിലാ പോണ അറിയണില്ല അറിയും. വേറെ ചില ആൾക്കാർക്ക് എത്ര. ഇനി എല്ലാവർക്കും ഒരേപോലെ ഇട്ടോ ടെൻഷൻ. ഒരു ഏറ്റവും ഒരു നോർമലായ ഒരാൾക്ക് ചെറിയ കാര്യമായിരിക്കും ടെൻഷൻ, ഒരു 10 റുപ്യേൻ്റെ കാര്യക്കാരൻ ഇടങ്ങേറ്. ഇപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ലാത്ത ഒരാൾ നാളെ കുട്ടി സ്കൂൾക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് മറ്റീൻ്റെ 10 റുപ്യ ഉണ്ടാകാൻ പറഞ്ഞിങ്ങനെ അറിയുമുണ്ടല്ലോ, അയാൾ 10 റുപ്യക്കാരൻ ടെൻഷൻ അടിക്കുക. അതേ അപ്പുറത്തെ വീട്ടിലെ ആളെന്തിനേക്കാരറിയോ,
നാളെ ഇപ്പോൾ മറ്റേ ആൾക്ക് 10 ലക്ഷം കൊടുക്കണമല്ലോ പറഞ്ഞു. രണ്ടാൾക്കും ടെൻഷനാണ്. രണ്ടാൾ രാത്രി കിടന്നപ്പോൾ ഒരാൾക്ക് 10 റുപ്യാണ്, ഒരാൾക്ക് 10 ലക്ഷമാണ്. രണ്ടാൾക്കും ഇടങ്ങേറ് തന്നെയാണ്. ഇത്രേ ഉള്ളൂ. അതിനർത്ഥം കുറേ വലിയ വീടും കുറേ പൈസ ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല എന്നല്ല, കുറേ വലിയ വീടും കുറേ പൈസ ഉണ്ടെങ്കിൽ കുറേ വലിയ ടെൻഷൻ ഉണ്ടാവും എന്ന് മാത്രം. ചെറുതാണെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടാവും. അതില്ലാതിരിക്കുക എന്നുള്ളത് വിശാലത ലഭിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ എന്താ വിചാരിക്കറിയോ, ഓൽക്കൊന്നും ഒരു ഇടങ്ങേറും ഉണ്ടാവില്ലല്ലേ എന്ന്. എവിടെ ഓല് മറ്റേലൊക്കെ ഇങ്ങനെ വിചാരിച്ചാൽ ഓനൊന്നും ഇപ്പോൾ ഒരു ഇടങ്ങേറും ഉണ്ടാവില്ലല്ലേ. ചുരുക്കത്തിൽ എല്ലാവർക്കും ഇടങ്ങേറായി കാരണം. 15 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 15 കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പറയാം. ഇസ്തിഗ്ഫാറും തൗബയുമാണ്. 2 തഖ്വ, 3 തവക്കുൽ, 4 ആരാധനക്കായി സമയം കണ്ടെത്തൽ, 5 കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, 6 ദിക്റുല്ലാഹ്, 7 കുടുംബബന്ധം ചേർക്കുക. 8 എളുപ്പം കിട്ടും. കുടുംബബന്ധം കഴിഞ്ഞാൽ പറഞ്ഞത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. 9 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം കൊടുക്കുക. 10 കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. 11 സലഫുകളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. 12 ഹജ്ജും ഉംറയും തുടർത്തി ചെയ്യുക. 13 പാവങ്ങളെ സഹായിക്കുക. 14 രാവിലത്തെ പ്രാർത്ഥനയും രാവിലത്തെ സമയത്തെ ഉപയോഗിക്കലും. 15 അറിവ് നേടുക. ഈ കാര്യങ്ങൾ ഇതിലേറെ ഉണ്ട്, സമയത്ത് നമ്മൾ ചുരുക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, എന്തായിരിക്കും അറിയാം, അതൊക്കെ ഇപ്പം എൻ്റെ അടുത്തുള്ളൊരു പ്രശ്നം തന്നെയാണ്, അതുകൊണ്ടേക്കാരം ഞാനിങ്ങനെ ഇടങ്ങേറാവണേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തുകയും കൂടുതൽ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞ് തൗബയെടുത്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടിയതും ഇരുന്നതും സംസാരിച്ചതും കേട്ടതുമൊക്കെ നന്മയായി കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു സ്വർഗത്തിനും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്. അസ്സലാമു അലൈക്കും.